أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഇസ്ലാമിക് ഡിബേറ്റ്സ് ഗ്രൂപ്പിൽ ഇതുവരെ നടന്നു വന്ന ഇസ്തിഗാസ എന്ന വിഷയത്തിലുള്ള ചർച്ച, അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പൂർത്തിയാക്കി സമാപനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, സുന്നി പക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിനീതനായ ഞാൻ എഴുതിയ വാദം പൂർണ്ണമായും ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പ്രാമാണികരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുടെ വെളിച്ചത്തിലും പൂർണ്ണമായും അത് തെളിയിക്കപ്പെടുകയും സമർത്ഥിക്കപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം മുജാഹിദ് പക്ഷത്തിൻ്റെ വാദം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അതോടൊപ്പം പ്രാമാണികരായ ഒരു പണ്ഡിതൻ്റെയും പിൻബലം അതിനില്ല എന്നും ഇവിടെ സമർത്ഥിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ അവലോകനത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. മുജാഹിദ് പക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ച ഷംസുദ്ദീൻ മൗലവി പാലത്ത്, അദ്ദേഹം കേരളത്തിലെ സുന്നികളെ മക്കാ മുശ്രിക്കുകളോട് ഉപമിക്കുകയും മക്കാ മുശ്രിക്കുകൾ അവർ ആരാധിച്ചിരുന്ന അവർ വിളിച്ചു തേടിയിരുന്ന ആരാധ്യർക്ക് എന്തൊക്കെ വിശേഷണങ്ങളാണോ നൽകിയത് അത് തന്നെയാണ് കേരളത്തിലെ സുന്നികളും നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സുന്നികളെ മക്കാ മുശ്രിക്കുകളോട് സാദൃശ്യപ്പെടുത്താനും തുല്യപ്പെടുത്താനുമാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ പൊള്ളയായ വാദങ്ങളെ ഓരോന്നിനെയും ഞാൻ സവിസ്തരം ഗണ്ണിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവന്നത് ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. മക്കാ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളെക്കുറിച്ച്, അതല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ആരാധ്യരെക്കുറിച്ച് മക്കാ മുശ്രിക്കുകൾ പറയുന്ന ഒരു വിശ്വാസം അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഹാഉലാഇ ശുഫാഉന ഇൻദല്ലാഹ്. അതുപോലെ തന്നെ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഈ രണ്ട് ആയത്തുകളും ഓതിക്കൊണ്ടാണ് മൗലവി കേരളത്തിലെ സുന്നികളെ മക്കാ മുശ്രിക്കുകളോട് തുല്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. മക്കാ മുശ്രിക്കുകൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഈ വിളിച്ചു തേടപ്പെടുന്ന ആളുകൾ, അവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, അവർക്ക് ഞങ്ങൾ ആരാധനയർപ്പിക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇതേ വിശ്വാസമാണോ കേരള സുന്നികൾക്കുള്ളത്? ഒരിക്കലുമല്ല. കാരണം മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ തന്നെ സ്വയം ശുപാർശ ചെയ്യും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്ന് അള്ളാഹുവിങ്കൽ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആരുണ്ട് ശുപാർശ ചെയ്യാൻ എന്ന ആയത്ത്, അത് മക്കാ മുശ്രിക്കുകളുടെ ഈ വിശ്വാസത്തെ ഗണ്ണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല പറഞ്ഞത്. തഫ്സീറുർ റാസിയിൽ ഇമാം റാസി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദ്ധരണി അടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ സമർത്ഥിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഉമാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നതും അള്ളാഹുവിലേക്ക് അള്ളാഹുവിനെ അനുമതിയില്ലാതെ തന്നെ അടുപ്പിക്കും എന്ന വിശ്വാസമായിരുന്നു മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത് എന്ന് ഇതേ ആയത്തിന്റെ തഫ്സീറിൽ തന്നെ ഇമാം റാസി പറയുന്നതായിട്ട് ഞാൻ അതിൻ്റെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് മൗലവിയെ ഖണ്ഡിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ മൗലവി വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഷഫായത്തും നിങ്ങൾ പറയുന്ന ഷഫായത്തും മക്കാ മുശ്രിക്കുകളുടേതുപോലെ തന്നെ അനുമതിയില്ലാത്ത ശുപാർശയാണ്. അതിന് അദ്ദേഹം കാരണങ്ങളായിട്ട് പറയുന്നത് ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ മുഅ്ജിസത്ത് കൊണ്ടോ കറാമത്ത് കൊണ്ടോ സഹായിക്കാൻ കഴിയുകയില്ല, അതിനുള്ള കഴിവ് അല്ലാഹു അവർക്ക് കൊടുത്തിട്ടില്ല എന്ന വാദമാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇമാമുകളുടെ കിതാബിലെ ഉദ്ധരണികൾ ദുർവ്യാഖ്യാനം ചെയ്തു. ഇമാം മഖ്രിസിയുടെയും മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ബുസ്താനുൽ ആരിഫീനിലെയും ശറഹുൽ മുഹദ്ദബിലെയും ഉദ്ധരണികൾ കൊണ്ടുവന്ന് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇമാം മഖ്രിസിയോ ഇമാം നവവിയോ ആ ഉദ്ധരണികളിൽ ഒരിടത്തും അമ്പിയാക്കൾ ഔലിയാക്കൾ മരണപ്പെട്ടതിന്റെ ശേഷം ബർസഖിയായ ലോകത്തവർ ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് അമാനുഷികമായ സഹായങ്ങൾ കിട്ടുകയില്ല എന്ന്, അല്ലെങ്കിൽ അമാനുഷികമായ അത്ഭുത സിദ്ധികൾ അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് അവർ പറഞ്ഞിട്ടേയില്ല. അവരുടെ പേരിൽ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞത് എന്ന് ഞാൻ
വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകത്ത് മഹാന്മാരായ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും മുഅ്ജിസത്ത് കറാമത്ത് ഉണ്ടാവുകയില്ല, അവരിൽ നിന്ന് അമാനുഷികമായ പ്രവൃത്തികൾ ഉണ്ടാവുകയില്ല എന്നതിന് തെളിവായിട്ട് കൊണ്ടുവന്നതാണ് മേലെ ഞാൻ ഉദ്ധരിച്ചിരിക്കുന്ന അദ്ദേഹം പോസ്റ്റ് ചെയ്ത തെളിവുകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇമാം മഖ്രിസിയുടെ ഈ ഉദ്ധരണി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബുസ്താനുൽ ആരിഫിൽ നിന്ന് ഇമാം നവവിയുടെ ഇതും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഹ് മുസ്ലിമിൽ നിന്ന് നവവിയുടെ ഉദ്ധരണികളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നിലും ആലമുൽ ബർസഖിലായിരിക്കുമ്പോൾ മഹാന്മാരിൽ നിന്ന്, അമ്പിയാക്കൾ ഔലിയാക്കളിൽ നിന്ന് മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്തിനോട് തുല്യമായ അമാനുഷികമായ പ്രവർത്തികൾ ഉണ്ടാവുകയില്ല എന്ന് അതിലൊന്നുമില്ല. പിന്നെ എന്താണ് ഉള്ളത്? ആ കിതാബുകളൊക്കെ വിശദമായി പരിശോധന നടത്തിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഉദ്ധരണിയിൽ പറയുന്നത് എന്താണ്? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് നുബുവത്തിനെ വാദിക്കുന്ന ആള് സത്യവാനാണ് എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി അതിനോട് തത്തുല്യമായതിനെ കൊണ്ടുവരാൻ വെല്ലുവിളിയുടെ സ്വരത്തോടുകൂടി വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്ന സാധാരണക്ക് വിപരീതമായി, പതിവിന് വിപരീതമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക എന്നാണ് അവിടെ പറയുന്നത്. അത് ദാറുത്ത് തക്ലീഫിൽ, ദുനിയാവിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കാരണം ദുനിയാവിലാണ് നുബുവത്തിനെ വാദിക്കുന്നത്. അതുപോലെ തന്നെ എതിരാളികളെ വെല്ലുവിളിക്കുന്നതും ദുനിയാവിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ എതിരാളികളെ വെല്ലുവിളിക്കുക എന്ന നിബന്ധനയുണ്ട് മുഅ്ജിസത്തിന്, എങ്കിലേ മുഅ്ജിസത്താവുകയുള്ളൂ. മരണപ്പെട്ടതിന് ശേഷം എതിരാളികളെ വെല്ലുവിളിക്കുക എന്നതില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടതിന് ശേഷം അവരിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ മുഅ്ജിസത്ത് അല്ലെങ്കിൽ കറാമത്ത് എന്ന് സാങ്കേതികമായി പറയാൻ പറ്റില്ല. ഇതാണ് ആ കിതാബിന്റെ ഉദ്ധരണികളിലൊക്കെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇമാം മഖ്രിസിയുടെ തന്നെ ഉദ്ധരണിയിൽ അവസാനം പറയുന്നത് നോക്കൂ, വഖയ്യിദ ബിദാരി തക്ലീഫി, ദാറു തക്ലീഫ് എന്നതുകൊണ്ട് ഉപാധി വെച്ചു. അങ്ങനെ ദാറു തക്ലീഫ് ദുനിയാവിൽ എന്ന് ഉപാധി വെക്കാനുള്ള കാരണം പറയാണ്, ലിഅന്നമാ കാന ഫിൽ ആഖിറതി മിൻ ഖിലാഫിൽ ആദതി, കാരണം ആഖിറത്തിൽ പതിവിന് വിപരീതമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നാൽ അമാനുഷികമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ ലാ യകൂനു മുഅ്ജിസ, അത് മുഅ്ജിസത്താവുകയില്ല. കാരണം മുഅ്ജിസത്താണെങ്കിൽ എന്ത് വേണം? നുബുവത്തിനെ വാദിക്കലും വേണം, അതുപോലെ തന്നെ വെല്ലുവിളിയുടെ സ്വരവും വേണം. ഇത് രണ്ടും ദുനിയാവിലെ ഉണ്ടാകുന്നുള്ളൂ, ആഖിറത്തിൽ ഇതുണ്ടാകുന്നില്ല. അതുകൊണ്ട് മുഅ്ജിസത്താവുകയില്ല. അപ്പോൾ ഇമാം മഖ്രിസി പറഞ്ഞ എന്താണ്? ലിഅന്നമാ കാന ഫിൽ ആഖിറതി, ആഖിറത്തിൽ ഉണ്ടാകുന്ന ഒന്ന്, മിൻ ഖിലാഫിൽ ആദതി, പതിവിന് വിപരീതമായി ഉണ്ടാകുന്ന ഒന്ന്. അപ്പോൾ ആഖിറത്തിൽ ബർസഖിയ ലോകത്ത് പതിവിന് വിപരീതമായി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അമാനുഷികമായത് കഴിവ് അവർക്കുണ്ട്, അത് ഉണ്ടാകും. പക്ഷെ മുഅ്ജിസത്ത് എന്നതിന് പറയില്ല, സാങ്കേതികമായി പറയില്ല, ഭാഷാർത്ഥത്തിൽ പറയാം. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്, മരിച്ചു പോയാൽ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്ത് കറാമത്ത് മുറിയുകയില്ല എന്ന് നമ്മൾ പറയുന്നത് ഭാഷാർത്ഥത്തിലാണ്. ഭാഷാർത്ഥത്തിലെ മുഅ്ജിസത്തും കറാമത്തുമാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് ഇമാമുകൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇമാം നവവിയും പറഞ്ഞിട്ടുള്ളത്, വലാ ബുദ്ദ മിൻ അൻ തകൂനൽ കറാമത്തു ഫിഅലൻ നാഖില ലിൽ ആദതി ഫി അയ്യാമി തക്ലീഫ്, തക്ലീഫിന്റെ നാളുകൾ, അവിടെ ദുനിയാവിലും കൂടെയല്ല അർത്ഥമുള്ളത്, തക്ലീഫിന്റെ നാളുകളിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാസന ബന്ധിക്കുന്ന നാളുകളിൽ ആദത്തിന് വിപരീതമായി ഉണ്ടാകുന്ന പ്രവൃത്തിയാണ് കറാമത്ത്. അപ്പൊ തക്ലീഫില്ലാത്തൊരു കാലത്ത്, കുട്ടിയായ കാലത്ത് ഉണ്ടാകുന്ന അമാനുഷികമായ കാര്യങ്ങളോ അതിനും കറാമത്ത് എന്ന് പറയില്ല. അല്ലാതെ കുട്ടിയാവുമ്പോൾ അമാനുഷികമായ ഒന്നും ഉണ്ടാവില്ല എന്നല്ല, സാങ്കേതികമായി കറാമത്ത് എന്ന് പറയില്ല. അതുപോലെ തന്നെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷറഹ് മുസ്ലിമിലും പറഞ്ഞിട്ടുള്ളത്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകൾ അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതോ അവരെ കാലഘട്ടം കഴിയുന്നതോടുകൂടെ അത് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അവരുടെ ജീവിതകാലത്തുണ്ടായിരുന്ന മുഅ്ജിസത്തുകളെയാണ്. അല്ലാതെ അവർ വഫാത്തായതിനു ശേഷം ബർസഖിയായ ലോകത്ത് വെച്ച് അവർക്കൊരു അമാനുഷികമായ ഒരു കഴിവും ഉണ്ടാവുകയില്ല എന്ന് ആ ഉദ്ധരണിയിലും ഇല്ല. ഇതെല്ലാം മൗലവി ഇമാമുകളുടെ കിതാബുകളെ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ മൗലവി പിന്നീട് പരുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. അതിനെ ഗണ്ണിക്കാൻ മൗലവിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നീട് മൗലവി പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക, ബർസഖിയ ലോകത്ത് അമ്പിയാക്കൾ ഔലിയാക്കൾ നിങ്ങളെ സഹായിക്കുമെന്നതിന് തെളിവെവിടെ എന്നാണ് മൗലവിയുടെ മൗലവിയോട് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അല്ലാഹു തആല അമാനുഷികമായ കഴിവുകൾ കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയാണല്ലോ, അതിൽ സംശയമില്ല.
ബർസഖിയായ ലോകത്ത് മാത്രം അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത്? ബർസഖിയായ ലോകത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവൂല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത്? അങ്ങനെ ബർസഖിയായ ലോകത്ത് അവർക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു കഴിവ് കൊടുക്കാതിരിക്കാൻ അല്ലാഹു തആല അശക്തനാണോ? അതല്ല, അള്ളാഹുവിന് കഴിവുണ്ടായിട്ടും അല്ലാഹു തആല കൊടുക്കൂല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മൗലവിയുടെ പക്ഷത്ത് യാതൊരു തെളിവുമില്ല. ഇതുവരെ മൗലവി അതിന് തെളിവ് പറഞ്ഞിട്ടുമില്ല. മാത്രവുമല്ല, ഞാൻ പറഞ്ഞു, ബർസഖിയായ ലോകത്താണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ശരി, അല്ലാഹു തആല മഹാന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് മഹാന്മാർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവ് നൽകുക എന്നത് ഒരു അംറും മുംകിനാണ്, സംഭവ്യമായ ഒരു കാര്യമാണ്. സംഭവ്യമായ കാര്യത്തോട്, അംറും മുംകിനായ ഒരു കാര്യത്തോട് അള്ളാഹുവിന്റെ ഖുദ്റത്ത് ബന്ധിക്കും. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അതിന്റെ മൗലവി അതിനുവേണ്ടി വേറെയും തെളിവ് ഉദ്ധരിച്ചു. എന്താണ് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോട് വരെ പറഞ്ഞത് എന്താണ്? അൻഖിദീ നഫ്സകി ലാ അംലികു ലകി ളർറൻ വലാ നഫഅ. ഫാത്തിമ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. നിങ്ങൾക്ക് ഞാൻ ഒരു ഉപകാരത്തെയും ഉപദ്രവത്തെയും ഉടമയാക്കുന്നില്ല എന്ന് റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറഞ്ഞില്ലേ? മൗലവി, അത് ബർസഖിയ ലോകത്ത് മാത്രമാണോ അതോ ആഖിറത്തിലാണോ? അത് ആഖിറത്തിലാണത്. അതിലൂടെ നിങ്ങൾ നിഷേധിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്തിനെയല്ലേ? ഞാനപ്പോൾ പറഞ്ഞു നിങ്ങൾ ഷഫാഅത്തിനെയാണ് നിഷേധിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? മൗലവി എന്താ പറഞ്ഞത്? മൗലവി അപ്പോൾ പറയുകയാണ്, സക്കാഫി, ഞാൻ ആഖിറത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്തിനെ നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. മൗലവി അതിനെ നിഷേധിച്ചിട്ടുണ്ട്. അതിനാണല്ലോ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം ഞാൻ ശരിക്ക് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയോടും തന്റെ കുടുംബത്തോടും ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ ജാനിബിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഒരു കാരണം. രണ്ടാമതായി പറഞ്ഞത് ത്വാഅത്തുകൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിന് ആരാധനകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള ഒരു പ്രേരണയാണ്. മൂന്നാമതായി അതിനുള്ള കാരണം പറഞ്ഞു ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നത്, എന്റെ ഉന്നതമായ സ്ഥാനം കണ്ട് അതിന്റെ മേൽ തവക്കുലാക്കിയിട്ട് നിങ്ങൾ ആരാധനകൾ ചെയ്യാതിരിക്കരുത് എന്നൊരു മുന്നറിയിപ്പാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, മഹാന്മാരുടെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. മൗലവി ഇതുവരെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ, മൗലവി മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ ബർസഖിയായ ലോകത്ത് വെച്ച് യാതൊരു സഹായവും ഭൂമിയിലുള്ളവർക്ക് ചെയ്യുകയില്ല എന്നതിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന വാറോലകൾ മുഴുവനും ദുർവ്യാഖ്യാനം മാത്രമായിരുന്നു എന്ന് ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം വാദിച്ചിരുന്നത് മരണപ്പെട്ടു പോയ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കൾക്കും ഷഫാഅത്ത് ചെയ്യാൻ കഴിയുകയില്ല, അനുമതി കൊടുത്തിട്ടില്ല എന്ന വാദം തെളിയിക്കപ്പെടാതെ കിടക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന വാറോലകളെല്ലാം പൊള്ളയാണ് എന്ന് നമ്മൾ തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ മക്കാ മുശ്രിക്കുകളെ പോലെ തന്നെ നിങ്ങളുടെ ഷഫാഅത്തും അനുമതിയില്ലാത്തതാണ് എന്ന് മൗലവിയുടെ തൊള്ള മാത്രമാണ്. ഒരു മുഫസ്സിറോ ഒരു പ്രാമാണികനായ പണ്ഡിതനോ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. പിന്നെ അദ്ദേഹം പറയുന്നത്, മക്കാ മുശ്രിക്കുകളോട് കൂട്ടിക്കെട്ടാൻ വേണ്ടി മക്കാ മുശ്രിക്കുകൾ അവർ വിളിച്ച് തേടിയിരുന്ന, ആരാധിച്ചിരുന്ന ആരാധ്യർക്ക് സ്വയം കഴിവിനെ ആരോപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല എന്ന ശുദ്ധമായ കളവ്, പച്ച നുണ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി, മക്കാ മുശ്രിക്കുകളോട് ഉപമിക്കാൻ വേണ്ടി, തുല്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം തഫ്സീറിൽ നിന്ന് ഇമാം റാസിയുടെ തഫ്സീർ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഇമാം റാസിയുടെ തഫ്സീറിൽ എന്താണ് പറയുന്നത്? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മക്കാ മുശ്രിക്കുകൾ പറയും അല്ലാഹു എന്ന് പറയും. എന്നിട്ട് ഇമാം റാസി പറയുകയാണ്, അവിടെ അവരുടെ ഈ പറച്ചിൽ അവർക്ക് അള്ളാഹുവിനെ അറിയാമെന്നതിന് തെളിവാണ്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നും എല്ലാം പരിപാലിക്കുന്നവനും അള്ളാഹുവാണ് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ്. മാത്രവുമല്ല, അവരുടെ വിഗ്രഹങ്ങളോ അവർ വിളിച്ചു തേടുന്ന അവരുടെ അവരുടെ നേതാക്കന്മാരോ സ്വയം ഉപകാരമോ ഉപദ്രവമോ ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല എന്നും അവർക്ക് അറിയാം എന്നാണ് ഇമാം റാസി അവിടെ പറഞ്ഞത്. അല്ലാതെ അവരങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നല്ല പറഞ്ഞത്. ആ ഭാഗത്ത് അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ലഫ്ലുമില്ല. യുഖിറൂന, അതുപോലെ എഴുത്തിറാഫ് എന്നീ പദങ്ങളാണ് അവിടെ ഉള്ളത്.
ഇതിനൊക്കെ മൗലവി അർത്ഥം വെച്ചത് വിശ്വസിക്കുക എന്നാ. അങ്ങനെയല്ല മൗലവി. വളരെ വ്യക്തമായി തന്നെ ഞാൻ അതിനെ ഗണ്ണിച്ചു. ഇമാം റാസിയുടെ തഫ്സീർ കൊണ്ട് തന്നെ ഞാൻ ഗണ്ണിച്ചു. ഇമാം റാസി തന്നെ പറയുന്നുണ്ട്, അവര് ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് പറയും. പക്ഷെ ഈ പറച്ചിൽ അവരുടെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ ഉണ്ടായതല്ല, അത് കളി തമാശയുടെ രൂപത്തിൽ ഉണ്ടായതാണ് എന്ന് ഇമാം റാസി തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു തഫ്സീറിൽ എന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൗലവി കൊണ്ടുവന്ന ഉദ്ധരണിയോ, അവിടെ മൗലവി പറയുന്നത് എന്താണ്, ഇമാം റാസി പറയുന്നത് എന്താണ്? അവർക്ക് അള്ളാഹിനെ അറിയാമെന്നും അവരുടെ വിഗ്രഹങ്ങൾ ഒരിക്കലും ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയാത്തവരാണെന്ന് അവർക്ക് അറിയാമെന്നാണ്. അറിയാമായിരുന്നിട്ടും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. അവരവരുടെ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് അർപ്പിച്ചു, വിഗ്രഹങ്ങൾക്ക് സ്വയം കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഇതാണ് അവരുടെ ചെയ്ത തെറ്റ് എന്നാണ് ഇമാം റാസി അവിടെ പറയുന്നത്. മാത്രവുമല്ല, ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്നു ഇമാം റാസി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, അവർ അവരുടെ വിഗ്രഹങ്ങളിൽ അവർ സങ്കല്പിച്ചിരുന്ന സിഫത്തുകൾ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ തന്നെ അവർ സ്വയം ഷഫാഅത്ത് ചെയ്യുകയും ഉപകാരവും ഉപദ്രവവും ചെയ്യുകയും ചെയ്യും എന്നാണ് അവർ അവരുടെ വിഗ്രഹങ്ങളിൽ ആരോപിച്ചിരുന്ന വിശേഷണങ്ങൾ ഇമാം റാസി കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൗലവി സുന്നികളെ മക്കാ മുശ്രിക്കുകളുമായി കൂട്ടിക്കെട്ടാൻ വേണ്ടി കൊണ്ടുവന്ന ഇമാം റാസിയുടെ ആ ഉദ്ധരണിയെയും സമർത്ഥമായി ഞാൻ ഗണ്ണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആയത്തുണ്ടായിരുന്നു, സൂറത്തുൽ ഇസ്രായിലെ ഒരു ആയത്ത്, മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. അല്ലാഹു തആല പ്രവാചകരോട് പറയാണ്, നബിയെ നിങ്ങൾ അവരോട് പറയണം. എന്താ പറയേണ്ടത്? ഉദുഉല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിനെ കൂടാതെ അവർ ജൽപ്പിക്കുന്നവരെ അവർ വിളിക്കാൻ പറയൂ അവരോട്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, അവർ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താനോ നിങ്ങളുടെ വിഷമങ്ങൾ ദൂരീകരിക്കലിനെയോ ഉടമയാക്കുന്നില്ല. ഈ ആയത്തും അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക്, അവർ വിളിച്ചു തേടുന്ന അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ മലായിക്കത്തുകൾക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു എന്നതിന് തെളിവാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല അവരോട് വിളിച്ച് പറയാൻ പറയുന്നത്, ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വരുത്താനോ നിങ്ങളുടെ വിഷമങ്ങൾ ദൂരീകരിക്കാനോ അവർക്ക് കഴിയില്ല എന്ന് പറയൂ. അങ്ങനെ കഴിയും എന്നവർ വിശ്വസിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നതിന് പ്രസക്തിയുള്ളൂ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചിരുന്നു മൗലവിയോട്. അപ്പൊ മൗലവി പറഞ്ഞത് എന്താ അറിയോ? അതിന് മറുപടി മൗലവി പറയാണ്, അത് മുസ്ലിയാരുടെ യുക്തിവാദമാണ് എന്ന്. എന്നാ കേട്ടോ മൗലവി, അതെന്റെ യുക്തിവാദമല്ല. തഫ്സീർ റാസി ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇതിന് സമാനമായ മറ്റൊരായത്തുണ്ട്, മിൻ ദൂനിഹി എന്നല്ല, മിൻ ദൂനില്ലാഹി എന്ന് പറയുന്ന ഒരായത്തുണ്ട്. അതിന്റെയൊക്കെ തഫ്സീർ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കൂ. അവിടെയുണ്ട് മക്കാ മുശ്രിക്കുകളെ ഉത്തരം മുട്ടിക്കാനാണ് അല്ലാഹു തആല ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഉത്തരം മുട്ടിക്കണമെങ്കിൽ, അവർ ഉത്തരം മുട്ടി പോകണമെങ്കിൽ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരിക്കണം? അവർ വിളിച്ചു തേടുന്ന മലക്കുകൾക്ക് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർക്ക്, ഔലിയാക്കന്മാർ വിഷമങ്ങൾ ദൂരീകരിക്കാനും അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്താനുമുള്ള കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെയല്ല മൗലവി പറയുന്നത് പോലെ അങ്ങനെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അവരെ ഉത്തരം മുട്ടിക്കുന്നത്? കൃത്യമായി ഞാൻ ചോദിച്ചിരുന്നു. മൗലവിയുടെ ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടായിട്ടില്ല. ഞാൻ എഴുതിയ വാദം സമർത്ഥിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുകയും ആ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ മൗലവിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ മാത്രം കഴിവുകളിൽപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല എന്നാണല്ലോ മുജാഹിദുകളുടെ വിശ്വാസം. അത് ശിർക്കാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ട വൃദ്ധയായ സ്ത്രീ മൂസാ നബിയോട് സ്വർഗം ചോദിച്ചിട്ടുണ്ടല്ലോ. സ്വഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആ സംഭവത്തെക്കുറിച്ച് ചോദിച്ചു, അത് ശിർക്കാണോ എന്ന് ചോദിച്ചപ്പോൾ മൗലവിയുടെ മറുപടി ബബ്ബയായിരുന്നു. ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ആ ഹദീസ് മഹാനായ നൂറുദ്ദീനുൽ ഹൈസമി തന്റെ മുജ്മഉ സവായിദിൽ കൊണ്ടുവന്നത് ബാബുൽ ഹസ്സി അലാ ത്വലബിൽ ജന്ന, സ്വർഗം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യായം എന്നാണ്. ഈ അധ്യായത്തിന് താഴെയാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ട് മൗലവി പറയാണ് അതിൽ സ്വർഗം ചോദിച്ചിട്ടില്ല. അവസാനം മൗലവിക്ക് സമ്മതിക്കേണ്ടി വന്നു, സ്വർഗം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂസാ നബിയുടെ ജനത തീഹ് മരുഭൂമിയിൽ അകപ്പെട്ട സമയത്ത് ഭൂമിയിൽ ആഴ്ന്നിറങ്ങിപ്പോയ വെള്ളം അത് അല്ലാഹു തആല മാത്രമാണ് കൊണ്ടുവരിക എന്ന് സൂറത്തുൽ മുൽക്കിൽ അവസാനത്തെ ആയത്തിൽ പറയുന്നു. അപ്പൊ അല്ലാഹു തആല അവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി
അത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ടതാണ്. ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്നിറങ്ങിപ്പോയാൽ പിക്കാസ് കൊണ്ടോ ഉപകരണങ്ങളെ കൊണ്ടോ കുഴിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് കൊണ്ടുതരുന്നവൻ ആരാണ്? അള്ളാഹു മാത്രമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യം മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് ചോദിച്ചല്ലോ. ഇതും ശിർക്കാണോ എന്ന എന്റെ ചോദ്യത്തിന് മൗലവിയുടെ മറുപടി ബബ്ബയായിരുന്നു, ഉരുണ്ടുകളിയായിരുന്നു. അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞെങ്കിലും അവസാനം അവിടെയും സമ്മതിക്കേണ്ടി വന്നു, ചോദിച്ചിട്ടുണ്ട് എങ്കിലും അത് അതിന്റെ ആശയം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക എന്നതാണ് എന്നാണ് മൗലവി പിന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഷെയ്ഖേ എനിക്ക് മക്കളെ തരണേ എന്ന ചോദ്യവും അവിടെയും അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. ഷെയ്ഖ് നേരിട്ട് മക്കളെ തരുമെന്ന് സുന്നികൾ ആരും വിശ്വസിക്കുന്നില്ല. നബിയെ എന്റെ പാപം പൊറുക്കണേ എന്ന് ആവശ്യപ്പെടുന്നിടത്തും ഇത് തന്നെയാണല്ലോ ഉള്ളത്. നബി തങ്ങൾ പാപം പൊറുക്കുന്നവനാണ് എന്ന് സുന്നികൾ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അത് അല്ലാഹു തആല മാത്രം ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. മക്കളെ തരുന്നവനും പാപം പൊറുക്കുന്നവനും അല്ലാഹുവാണ്. ഈ വിശ്വാസമുള്ളായിരിക്കെ തന്നെ അമ്പിയാക്കളോട് അല്ലെങ്കിൽ ഔലിയാക്കന്മാരോട് ഇങ്ങനെ ആവശ്യപ്പെട്ട, ഞാൻ ആദ്യമേ പറഞ്ഞു, അത് കാരണക്കാരാകും, അത് നേടിത്തരുന്ന വിഷയത്തിൽ കാരണക്കാരാകും എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ചോദിക്കുന്നത്. മൗലവിയും പറഞ്ഞത് ഇപ്പൊ അത് തന്നെയല്ലേ, ദുആ ചെയ്യാൻ വേണ്ടി എന്ന ആശയമാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൗലവിക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു, ഷെയ്ഖെ മക്കളെ തരണേ എന്ന്, അതുപോലെ നബിയെ എന്റെ പാപം പൊറുക്കണേ എന്ന് നബിയും ഷെയ്ഖും ദുആ കൊണ്ടോ മറ്റോ കാരണക്കാരനാകുമെന്ന വിശ്വാസത്തോടു കൂടെ അവരോട് നേരിട്ട് ചോദിക്കാൻ പറ്റും എന്ന് മൗലവി തന്നെ സമ്മതിക്കുന്ന രംഗവും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. അദ്ദേഹം അല്ലാഹു തആല മാത്രം ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തെളിവ് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകൾ ഇമാമുകളുടെ കിതാബുകളിൽ നിന്നുള്ളതാണ്. ഇമാം സുബ്കിയെ കൊണ്ടുവന്നു, ഇമാം തൂഫിയെ കൊണ്ടുവന്നു, ഇമാം അസ്ബഹാനിയെ കൊണ്ടുവന്നു, അവസാനം ഇമാം നവവിയെയും കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ശരിയായ അർത്ഥം ഞാൻ അങ്ങ് വെച്ചു കൊടുക്കുകയും ചെയ്തു മൗലവിക്ക്. ഇമാം തൂഫി അവിടെ പറയുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട, സാധാരണയിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ അത് നിരുപാധികം മഖ്ലൂക്കിനോട് തേടപ്പെടാൻ പാടില്ല, നിരുപാധികം അലൽ ഇത്ലാഖ് തേടപ്പെടാൻ പാടില്ല എന്നാണ് ഇമാം തൂഫിയുടെ ഉദ്ധരണിയിലുള്ളത്. ഞാനത് പറഞ്ഞപ്പോ അവസാനത്തെ ചോദ്യത്തിന്റെ മറുപടിയിൽ അദ്ദേഹം വീണ്ടും ഈ വിഷയം എടുത്തിടുന്നുണ്ട്. പക്ഷെ അവിടെ തൂഫിയെ പറഞ്ഞില്ല, മറ്റുള്ള ഇമാമിങ്ങളെയാണ് പറയുന്നത്. ആ ഇമാമിങ്ങളൊക്കെയും പറഞ്ഞതിന്റെ ഉദ്ദേശം നിരുപാധികം തേടാൻ പാടില്ല എന്നാണ്. അപ്പോ ഉപാധിയോടുകൂടെ തേടാം. എന്താണ് ആ ഉപാധി? മഹാന്മാർ അവർ ആ തേടപ്പെടുന്ന കാര്യം സാധിപ്പിച്ചു തരുന്നതിൽ അവർ കാരണക്കാരാകുമെന്ന വിശ്വാസത്തോടു കൂടെ തേടുന്നതിന് കുഴപ്പമില്ല. കാരണക്കാരാകുമെന്ന വിശ്വാസത്തോടു കൂടെ തേടാൻ പാടില്ല എന്ന് ഇമാം അസ്ബഹാനിയോ ഇമാം സുബ്കിയോ ഇമാം നവവിയോ ഇമാം തൂഫിയോ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരുടെ കിതാബിന്റെ ഉദ്ധരണികൾ കൊണ്ടുവന്ന് മൗലവി കളവ് പറയുകയാണ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായി തന്നെ ഞാൻ ചോദിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തോ താബികളിൽപ്പെട്ട ആരെങ്കിലും നബി തങ്ങളുടെ വഫാത്തിന് ശേഷം നബി തങ്ങളുടെ ഖബറിങ്ങിൽ പോയി സഹായം തേടിയതിന് സ്വഹീഹായ ഹദീസ് തെളിവുണ്ടോ എന്ന്? തെളിവുണ്ട് എന്നും തെളിവ് ഞാൻ കൊടുക്കുകയും ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹം സ്വഹാബിയാണെന്ന്, ബിലാൽ ഇബ്നുൽ ഹാരിസ് മുസ്നി എന്ന സ്വഹാബിയാണെന്ന് ഇമാം ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ സൈഫ് ബിൻ ഉമറിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ സ്വഹാബി തന്നെ പോയതിന്റെ തെളിവ്, അങ്ങനെ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് മഴയെ തേടണം എന്ന് പറഞ്ഞു. ഈ സംഭവം ഉദ്ധരിച്ചപ്പോൾ മൗലവി അതിനെ ദുർബലമാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തി. അവസാനം അദ്ദേഹം ആ ഹദീസ് മുർസലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇമാം ഖലീലിയുടെ പേരിൽ കളവും പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ആ ഹദീസ് മുർസലാണെന്നോ അത് ദുർബലമാണെന്നോ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതിലെ റിപ്പോർട്ടറായ നിങ്ങളൊക്കെ ആരോപിക്കുന്ന മാലിക്കുദ്ദാർ, ആ മാലിക്കുദ്ദാർ
വിശ്വസ്തനാണെന്നും ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്നുവെന്നും അദ്ദേഹം അവസ്ഥ അറിയപ്പെടാത്ത മസ്തൂറുൽ ഹാല് ആയിരുന്നില്ല, അദ്ദേഹം മഅറൂഫാണ്, പ്രസിദ്ധനാണ് എന്നും ഇമാമുകൾ രേഖപ്പെടുത്തിയത് തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. ഇമാം ഖലീലി തന്നെ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തെ കുറിച്ച്? മാലിക്കുദ്ദാർ താബിഈൻ ഖദീമുൻ, അദ്ദേഹം ഒരു പ്രമുഖനായ ഒരു താബിഈയാണ്. മാത്രവുമല്ല അസ്നാ അലൈഹി താബിഊൻ, താബിഈങ്ങളൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മദ്ഹ് പറയുകയാണ് ചെയ്തത്. എന്നിട്ട് ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് അവസാനം ഇമാം ഖലീലി പറഞ്ഞു എന്ത്? യുഖാലു, പറയപ്പെടുന്നുണ്ട്, അന്ന ഇന്ന അബാ സ്വാലിഹിൻ സമ്മഅ മാലിക്കദ്ദാർ ഹാദൽ ഹദീസ വൽ ബാഖൂന അർസലൂഹു, ഈ ഹദീസിനെ അബൂ സ്വാലിഹ് സമ്മാൻ മാലിക്കുദ്ദാറിനെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നും മറ്റുള്ളവർ ഈ ഹദീസിനെ മുർസലാക്കിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഖലീലി പറഞ്ഞത്. പക്ഷേ ഇവിടെ മൗലവി എന്ത് ചെയ്തു? അബൂ സ്വാലിഹ് സമ്മാന് മാലിക്കുദ്ദാറിൽ നിന്ന് ഈ ഹദീസ് കേട്ടു എന്നതിനെ യുക്കാലുവിന്റെ മക്കൂലാക്കി, എന്ന് പറഞ്ഞാൽ അതിനെ ഖീല വക്കാലയാക്കി. എന്നിട്ട് വൽ ബാഖൂന അർസലുഹു എന്നുള്ളതിനെ ഖലീലിയുടെ വാക്കായിട്ട് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തു. യഥാർത്ഥത്തിൽ ഖലീലി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖലീലി പറഞ്ഞ എന്താണ്? ഈ ഹദീസ് മുർസലാണെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്നാ. അപ്പൊ മുർസലാണെന്ന വാദവും ഏതാണ്? ഖീല വഖാലയാണ്, അതിന് തെളിവില്ലാത്തതാണ് എന്നർത്ഥം. ഇനി ഖലീലിയുടെ അഭിപ്രായമായിരുന്നു എങ്കിൽ ഖലീലി പറയേണ്ടിരുന്നത് വൽ ഹദീസ് മുർസലുൻ എന്ന് പറയേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഹാദൽ ഹദീസ് മുർസലുൻ, ഈ ഹദീസ് മുർസലാണ് എന്ന് ഖലീലി പറയേണ്ടിയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. യുഖാലു, പറയപ്പെടുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഞാൻ മൗലവിയോട് ചോദിക്കുന്നു, മൗലവി താങ്കൾ അവലോകനത്തിലെങ്കിലും ഇതിന് പറയണം, മറുപടി പറയണം. ഈ ഹദീസ് മുർസലാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കൊണ്ടുവരുമോ? ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല. ഈ ഹദീസുൽ മുർസലുൻ എന്ന് പറഞ്ഞ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇമാം ഖലീലിയും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇമാം ഖലീലി അങ്ങനെ പറഞ്ഞത്. യുഖാലു, പറയപ്പെടുന്നുണ്ട്, ഇത് മുർസലാണെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ട് എന്ന് ഇമാം ഖലീലിയും പറയാനുള്ള കാരണം അത് തന്നെയായിരിക്കും. പിന്നെ മാലിക്കുദ്ദാറിനെ ദുർബലനാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മേലിൽ അദ്ദേഹം മജ്ഹൂലുൽ ഹാലാണ് എന്നൊക്കെ പറയാൻ വേണ്ടി മുസ്തലഹുൽ ഹദീസിന്റെ സാങ്കേതിക ശാസ്ത്രത്തിൽ ഇല്ലാത്ത കുറെ കളവുകൾ അദ്ദേഹം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഞാൻ ടെക്സ്റ്റ് മെസ്സേജിലൂടെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തിം തന്റെ കിതാബുൽ ജർഹി വത്തഅദീൽ എന്ന കിതാബിൽ ഒരു റാവിയെ പറയുകയും അദ്ദേഹത്തിന്റെ ജർഹ് തഅദീൽ അദ്ദേഹം കൊള്ളുന്നവനാണോ കൊള്ളാത്തവനാണോ എന്ന് പറയാതിരിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം മസ്തൂറുൽ ഹാലാണ് എന്ന പുതിയ ഒരു നിയമം മൗലവിയുടെ കണ്ടെത്തല് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തുണ്ടാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം മഹാനായ ഇബ്നു അബി ഹാത്തിമിന്റെ ഒരു കിതാബിന്റെ ഉദ്ധരണിയും കൊടുത്തു. യഥാർത്ഥത്തിൽ ആ ഉദ്ധരണിയിൽ അങ്ങനെ ഇല്ല. അതിൽ പറയുന്നത് എന്താണ്? ഞാൻ ഈ കിതാബിൽ ഇൽമ് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും പേരുകളെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിലരുടേത് അവർ കൊള്ളുന്നവരാണോ കൊള്ളാത്തവരാണോ എന്ന് വ്യക്തമാക്കാതെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരെയും കിതാബിൽ ഉൾപ്പെടുത്തണം എന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് പറയാണ് അദ്ദേഹം എന്ത്? അവരിൽ ഒരു പക്ഷേ ഇത് ജർഹ് അല്ലെങ്കിൽ തഅദീൽ, ന്യൂനത അല്ലെങ്കിൽ ഗുണം, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കാം എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണെന്ത്? ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ അവരിലേക്ക് അതിനെ ചേർത്തും. എന്ത്? ജർഹാണെന്ന് മറ്റാരെങ്കിലും പണ്ഡിതന്മാർ പറയുന്നത് കേട്ടാൽ അവരിൽ ജർഹുണ്ടെന്ന് ഞാൻ ചേർത്തി പറയും. അതല്ല അവർ കൊള്ളുന്നവരാണ് എന്നാണോ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതെങ്കിൽ അത് ഞാൻ അതിലേക്ക് ചേർത്തി പറയും ഇൻഷാ അല്ലാഹ് എന്നുകൂടെ അവിടെ പറയുന്നുണ്ട് അദ്ദേഹം. ഈ ഉദ്ധരണി എടുത്തിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് മൗലവി ചെയ്തത്. മൗലവി മറുപടി പറയണം ഇതിനൊക്കെ. അവസാനത്തെ ചോദ്യത്തിന്റെ മറുപടിയിൽ അദ്ദേഹം ആക്രോശിക്കുന്നുണ്ട്. വൽ ബാഖൂന അർസലൂ, മുസ്ലിയാര് പറ, അർത്ഥം പറ എന്ന് പറയുന്നുണ്ട്. അർത്ഥം പറഞ്ഞിട്ടുണ്ട്. മൗലവി, നിങ്ങൾ ഇമാം ഖലീലിയുടെ പേരിൽ കളവാണ് പറഞ്ഞത് എന്ന് ഞാൻ കൃത്യമായി തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഹദീസിനെ ദുർബലമാക്കാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ് മാലിക്കുദ്ദാർ ലാ അരിഫുഹു എന്ന് ഇമാം ഹൈസമിയും അതുപോലെ ഇമാം മുൻസിരിയും പറഞ്ഞിട്ടുണ്ട്. ഇമാമുകൾ, ഹാഫിള് ആയ ഇമാമുകൾ ലാ അരിഫുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മസ്തൂറുൽ ഹാലാണ് എന്നൊരു പുതിയ നിയമവും കൂടെ അദ്ദേഹം പടച്ചുണ്ടാക്കി. യഥാർത്ഥത്തിൽ ലാ അരിഫുഹു എന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അറിവുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയാണ് സ്വീകരിക്കേണ്ടത്, അറിവില്ലാത്തവരല്ല സ്വീകരിക്കേണ്ടത്.
എന്നതാണ് ഹദീസിലെ മുസ്തലഹ്. ഹദീസിന്റെ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ നിയമം എന്നത് ഞാൻ അതിന്റെ തെളിവ് സഹിതം മേലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നമൻ അറഫ ഹുജ്ജത്തുൻ അലാ മൻ ലം യഅരിഫ് കമാ അന്നമൻ അലിമ ഹുജ്ജത്തുൻ അലാ മൻ ലം യഅലം. പരിചയമുള്ളവൻ പരിചയമില്ലാത്തവന്റെ മേൽ തെളിവാകും, ഏതുപോലെ അറിവുള്ളവൻ അറിവില്ലാത്തവന്റെ മേൽ ഹുജ്ജത്താകുന്നത് പോലെ. ഇതാണ് യഥാർത്ഥത്തിൽ ഹദീസിന്റെ നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നിട്ട് പറയണം മുന്തിരി അറിയില്ല എന്ന് പറഞ്ഞു. മുന്തിരി അറിയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്ക് അറിയില്ല എന്നേ ഉള്ളൂ. മുന്തിരിക്കും ഹൈസമിക്കും അറിയില്ല എന്നേ ഉള്ളൂ. എല്ലാവരെയും അവർക്ക് അറിഞ്ഞോളന്നില്ല. മറ്റു പണ്ഡിതന്മാർ ഇബ്നു സഅദ് തൊബഖാത്തുൽ കുബ്രയിൽ പറഞ്ഞില്ലേ, വകാന മഅറൂഫൻ, മാലിക്കുദ്ദാർ പ്രസിദ്ധനായിരുന്നു. മാത്രമല്ല ചരിത്രം വരെ പറയപ്പെട്ടു. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനാക്കണമെങ്കിൽ വിശ്വസ്തനാവണ്ടേ? ആവണം. ചുരുക്കി പറഞ്ഞാൽ മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു, മാലിക്കുദ്ദാർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശ്വസ്തനാണ്, ഹദീസ് പണ്ഡിതന്മാർക്ക് അറിയുന്ന ആളാണ് എന്നെല്ലാം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. പിന്നെ മാലിക്കുദ്ദാറിൽ നിന്ന് അബൂ സ്വാലിഹ് സമ്മാൻ കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കേട്ടിട്ടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞില്ല. പ്രാമാണികരായ ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ മൗലവി കൊണ്ടുവരണം. മാത്രവുമല്ല മാലിക്കുദ്ദാറിൽ നിന്ന് ഈ അബൂ സ്വാലിഹ് സമ്മാൻ മാത്രമല്ല ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അബൂ സ്വാലിഹ് സമ്മാനിന്റെ 2 മക്കളും മറ്റൊരാളും മാലിക്കുദ്ദാറിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മാലിക്കുദ്ദാറിൽ നിന്ന് അബൂ സ്വാലിഹിന്റെ മക്കൾ 2 പേരും റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മക്കളെക്കാളും മുന്നേ ജീവിച്ചിരുന്ന ആളാണല്ലോ അവരുടെ വാപ്പയായ അബൂ സ്വാലിഹ് സമ്മാൻ. അപ്പൊ എന്തായാലും ഒരേ കാലത്ത് ജീവിച്ചവരാണ് എന്ന് വ്യക്തമായല്ലോ. ഒരേ കാലത്ത് ജീവിച്ചവരാണെങ്കിൽ അവർ കേൾക്കാനും സാധ്യതയുണ്ട്. മാത്രവുമല്ല അബൂ സ്വാലിഹ് സമ്മാൻ മാലിക്കുദ്ദാറിൽ നിന്ന് കേട്ടിട്ടില്ല എന്നൊരാളും തറപ്പിച്ച് പറഞ്ഞിട്ടുമില്ല. കേൾക്കാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഹദീസിന് യാതൊരു ന്യൂനതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മൗലവി എന്നോടൊരു കാര്യം ചോദിച്ചിരുന്നു. നിങ്ങളെ മഹാന്മാരെ എവിടെ നിന്ന് വിളിച്ചാലും, ഏത് ദൂരത്തുനിന്ന് വിളിച്ചാലും അടുത്തുനിന്ന് വിളിച്ചാലും എല്ലാം കേൾക്കാനുള്ള കഴിവുണ്ട് എന്നതിന് എന്താണ് തെളിവുള്ളത് എന്ന്. തെളിവ് ഞാൻ കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസ് തന്നെയാണ്. ഒരടിമ അള്ളാഹുവിലേക്ക് സുന്നത്തുകളൊക്കെ എടുത്തുകൊണ്ട് ത്വാഅത്തുകളൊക്കെ പതിവാക്കിക്കൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹുവിന്റെ കൈയാകും കാലാകും കണ്ണാകും കാതാകും എന്ന് പറയുന്ന ഹദീസ് ഞാൻ തെളിവ് കൊടുത്തു. മാത്രവുമല്ല ഇമാം റാസി തഫ്സീറുർ റാസിയിൽ പറഞ്ഞ അതിന്റെ ഒരു വിശദീകരണവും കൂടെ ഞാൻ കൂടെ കൊടുത്തു. ഇമാം റാസി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരടിമ ഇബാദത്തുകൾ പതിവാക്കിക്കൊണ്ട് അള്ളാഹു അവന്റെ കയ്യും കാലും കണ്ണും കാതുമൊക്കെ ആകുന്ന ഒരു പദവിയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ വിദൂരത്തുള്ളതിനെ കാണും, വിദൂരത്തിലുള്ളതിനെ കാണാൻ കഴിയും, അവന് വിദൂരത്തുള്ളത് കേൾക്കാൻ കഴിയും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രശ്നങ്ങൾ അവരുടെ കൈകളിലൂടെ അവർ നടത്താൻ അവർക്ക് കഴിയും. ഇങ്ങനെ ഒരു തഫ്സീർ ഞാൻ അതിന്റെ ഇങ്ങനെ ഒരു വിശദീകരണം കൂടെ ഇമാം റാസിയുടേതായിട്ട് ഞാൻ അതിന് വെച്ചു കൊടുത്തിരുന്നു. പക്ഷേ മൗലവി അതിന് മറുപടിയായിട്ട് മറ്റു 2 ഉദ്ധരണികളാണ് കൊണ്ടുവന്നത്. ആ ഉദ്ധരണിയിൽ എന്താ പറയുന്നത്? വിദൂര ദിക്കിൽ നിന്ന് അവർ കേൾക്കുകയില്ല എന്നതിലുണ്ടോ? ഇല്ലേ ഇല്ല. അതിൽ പറയുന്നത് എന്താണ്? ഈ ഒരു മർത്തബയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ അവർ എല്ലാം അള്ളാഹുവിലൂടെ ചെയ്യും എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. അവർ നോക്കുന്നതും അള്ളാഹുവിനെ കൊണ്ടാണ്, അവർ ചിന്തിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ്, അവർ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടാണ്. ഇതാണ് ആ മൗലവി എന്നെ ഗണ്ണിക്കാൻ വേണ്ടി ഉദ്ധരിച്ചതിലുള്ളത്. യഥാർത്ഥത്തിൽ അതിൽ വിദൂരതയിൽ നിന്ന് കേൾക്കൂല എന്ന് അവരാരെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. ഖണ്ഡനമാവണമെങ്കിൽ അതുണ്ടാവണ്ടേ. ഞാൻ വിദൂരതയിൽ നിന്ന് കേൾക്കും, വിദൂരതയിൽ നിന്ന് കാണാൻ കഴിയും, അതിനുള്ള തെളിവും ഞാൻ പറഞ്ഞിരുന്നു. കേട്ട സംഭവം പറഞ്ഞു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചില്ലേ, കേട്ടില്ലേ? ഇതിനൊന്നും മൗലവിക്ക് തൽക്കാലം മറുപടി പറയാൻ കഴിഞ്ഞു. പറഞ്ഞാൽ മൗലവിക്ക്, അതായത് മുജാഹിദ് പക്ഷത്തിന് വേണ്ടി സംസാരിച്ച ശംസുദ്ദീൻ മൗലവി, അവരുടെ വാദം ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ആ വാദം സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവരുടെ പേരിൽ കളവ് പറയുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. വിശുദ്ധ ഖുർആനിലെ ഹദീസിനെയും അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
തിരു ഹദീസുകളെയും ദുർവ്യാഖ്യാനവും ചെയ്തു അതിനിടയിൽ. എന്നിട്ടും മൗലവിക്ക് അവസാനം ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ അടുത്ത് അവർ പ്രാർത്ഥന കൊണ്ട് കാരണക്കാരാകുമെന്ന വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാം എന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലേക്ക് മൗലവി എത്തിയെങ്കിൽ ഈ സംവാദം സുന്നികളുടെ വിജയം തന്നെയാണ് എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് പറയാനുള്ളത്, ഈ സംവാദത്തിന്റെ ആദ്യം മുതലുള്ള വിഷയാവതരണം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഇനി മൗലവിയുടെ അവലോകനം നടക്കാനുണ്ട്. മൗലവിയുടെ അവലോകനത്തിന് ശേഷം എനിക്ക് ചാൻസ് ഉണ്ടാകൂല. അതുകൊണ്ട് നേർക്ക് നേരെ നടന്ന സംവാദത്തിൽ തന്നെ മൗലവി ഒരുപാട് ഉഡായിപ്പുകൾ, ദുർവ്യാഖ്യാനവും കളവുമായിട്ട് വന്നെങ്കിൽ ഇനി നടക്കുന്ന അവലോകനത്തിലും കളവുകളുടെ പൊടിപൂരമായിരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. കളവുകൾ ഇല്ലാതെ ഒരിക്കലും മൗലവിയുടെ വികലമായ ആശയത്തെ സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. കാരണം ഇമാമുകളിൽ ഒരാളും തന്നെ അവരുടെ ആശയത്തെ പിന്തുണക്കുന്ന ഒരാളുമില്ല. ഇമാം നവവി ഇസ്തിഗാസയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം തന്നെയല്ലേ അതൊക്കെ? അതൊന്നും അനുമതിയില്ലാത്ത ശഫാഅത്താണോ അവർ തേടിയത്? അവർക്ക് ആർക്കും അറിയില്ലേ അനുമതിയില്ലായിരുന്നു എന്ന്? ഏതായാലും മൗലവിയുടെ അവലോകനം കഴിയുമ്പോൾ മൗലവി കൂടുതൽ കളവ് പറയുന്നവരാണ് എന്ന് വ്യക്തമാവാൻ പോവുകയാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആദ്യം മുതൽ അവസാനം വരെ മുഴുവനും നിങ്ങളെല്ലാവരും കേൾക്കണം, നിഷ്പക്ഷമായി വിലയിരുത്തണം. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയം, ദീനിന്റെ യഥാർത്ഥ ആശയം സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഈ ചർച്ച അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇസ്ലാമിക് ഡിബേറ്റ്സ് ഗ്രൂപ്പിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇസ്തിഗാസ സംബന്ധമായി സമസ്തക്കാരും സലഫികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ വന്ന ഒരു പ്രാമാണികമായ ചർച്ച അതിൻ്റെ താൽക്കാലികമായ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. ഇതുവരെ നടന്ന ഈ ഹ്രസ്വമായ ചർച്ചയാണെങ്കിൽ പോലും അതിൻ്റെ ആകത്തുക മനസ്സിലാക്കുന്നതിനു വേണ്ടി ചില ആശയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാനിവിടെ പറയാം. ആദ്യമായിട്ട് മുസ്ലിയാർ പറയുന്ന ഒരു വോയിസ് നിങ്ങൾ കേൾക്കുക. അദ്ദേഹം വൈരുദ്ധ്യത്തിന്മേൽ വൈരുദ്ധ്യം, ഒരിക്കൽ പറഞ്ഞത് പിന്നീട് തിരുത്തി പറയും. ഒരു വാചകത്തിൽ തന്നെ രണ്ട് ആശയങ്ങൾ പറയും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ മുസ്ലിയാരിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ചൊരു ആരോപണം പറഞ്ഞതാണ് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇവർക്ക് വൈരുദ്ധ്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇവർ ഈ ഷിർക്കും കുഫറും ജീവിതോപായമാക്കാനും ജാറ വ്യവസായത്തിൻ്റെ ആണിക്കല്ലാക്കാനും വേണ്ടി കുറേ പിഴച്ച വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അത് യഹൂദികൾ രൂപം കൊടുത്ത ഷിയാക്കളാണ് അതിൻ്റെ ആശാന്മാർ. ഷിയായിസത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടുത്തെ സമസ്ത എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ വിഷയങ്ങളും അങ്ങനെ തന്നെ ഉണ്ട് എന്നല്ല. സമസ്തയുടെ അടിസ്ഥാന വിശ്വാസങ്ങളൊക്കെ അഹ്ലുഷിയത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നതാണ്. ഈ ഷിയായിസമാകട്ടെ അത് യഹൂദികൾ ഉണ്ടാക്കിയതുമാണ്, യഹൂദിയായ ഇബ്നു സബ് രൂപം കൊടുത്തതുമാണ്. അപ്പോൾ നമ്മൾ പ്രമാണങ്ങളുമായി അവരുടെ അരികിലേക്ക് വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർക്ക് ചില ഉഡായിപ്പുകൾ കാണിക്കേണ്ടി വരും. അതാണ് ഈ വൈരുദ്ധ്യം അവർക്കുണ്ടാകാനുള്ള കാരണം. എന്നാൽ ശരിയായ രൂപത്തിൽ അവരുടെ വൈരുദ്ധ്യത്തെ മുസ്ലിയാർ നിഷേധിക്കുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക. ആദ്യ ഖണ്ഡനത്തിൽ തന്നെ അദ്ദേഹം തുടങ്ങിയത് നമ്മുടെ മുസ്ലിയാർ വൈരുദ്ധ്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്താ വൈരുദ്ധ്യം എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്നതുപോലെ തന്നെ രണ്ടാമത്തെ ഖണ്ഡനത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത്, മൗലവി ഉന്നയിച്ച എല്ലാ മർമ്മപ്രധാനമായ കാര്യങ്ങളിൽ നിന്നും പിറകോട്ട് പോയി എന്നതാണ് എന്നെ കുറിച്ച് ആരോപിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് മുസ്ലിയാർ പറഞ്ഞത്. ഒന്ന്, മുസ്ലിയാർക്ക് വൈരുദ്ധ്യമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ മുസ്ലിയാരുടെ വോയിസുകൾ ഇട്ടുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് അത് കേൾപ്പിക്കാൻ പോവാണ്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത്, പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിയാർ അല്ലെങ്കിൽ വാദങ്ങളിൽ നിന്ന് പിറകോട്ട് പോയി എന്ന് ഞാൻ ആരോപണമായി പറഞ്ഞു. അല്ല, ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച വാദം തന്നെ തൊടാൻ മുസ്ലിയാർ കഴിഞ്ഞിട്ടില്ല. അതായത് മുഅ്ജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പിയ ഔലിയാക്കളോട് എന്തും ചോദിക്കാം.
അള്ളാഹുവോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അമ്പിയ ഔലിയാക്കൾക്ക് മോജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് മുസ്ലിയാർ ഇവിടെ മുസ്ലിയാക്കന്മാർ ഇവിടെ നാട് നീളെ പഠിപ്പിച്ചു പോരുന്നത്. പക്ഷേ ഈ സംവാദം വന്നപ്പോൾ മുസ്ലിയാർക്ക് മോജിസത്ത് കറാമത്ത് എന്ന് പറയാൻ തന്നെ ധൈര്യമില്ല. അത് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഓരോന്ന് കേൾക്കുമ്പോഴും കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇതാ ഞാൻ ഓരോരോ വിഷയങ്ങളായിട്ട് മുന്നിൽ വെക്കുകയാണ്. മുസ്ലിയാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാദം ഒന്ന് കേൾക്കണം. അദ്ദേഹം പറയുന്നത് അമ്പിയാക്കളും ഔലിയാക്കളും അവരോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യാനുള്ള ഒരു കാരണക്കാർ മാത്രമാണ്. എന്തേ അള്ളാഹു ഉത്തരം ചെയ്യാൻ അമ്പിയാക്കളെയും ഔലിയാക്കളെയും കാരണക്കാരാക്കി വെക്കേണ്ടതുണ്ടോ? അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയാണോ? അല്ല. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചു എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം, അഥവാ ഇസ്തിഗാസ ചെയ്യണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാതെ നിങ്ങൾ അമ്പിയ ഔലിയാക്കളോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞോ? തത്തുല്യമായ ഏതെങ്കിലും ഒരു ആശയം ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസുകളിൽ നിന്നോ മുസ്ലിയാർക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രോതാക്കൾ മനസ്സിലാക്കിയതാണ്. മുസ്ലിയാർ വീണ്ടും ആ ഒരു വിവരക്കേട് പറയുന്നത് നോക്കൂ. മഹാന്മാർ കാരണക്കാര് മാത്രമാണ് എന്ന വിശ്വാസത്തോടുകൂടെ അവരിൽ ഇലാഹിന്റേതായ യാതൊരു ഗുണവിശേഷണങ്ങളും നൽകാതെ അവരോട് ഏത് കാര്യവും ചോദിക്കാം, അതുകൊണ്ട് ശിർക്ക് വരികയില്ല എന്ന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഹദീസ്. പച്ച കുഫർ, താനിച്ച ശിർക്ക്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തൻ മുശ്രിക്ക് അല്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാ മുശ്രിക്ക്? ഏത് കാര്യവും അള്ളാഹുവോട് ചോദിക്കുന്ന ഏത് തരത്തിലുള്ള കാര്യവും എന്ത് ചെയ്യാം? അത് ഔലിയാക്കളോട് ചോദിക്കാം. പക്ഷെ വിശ്വാസം എന്തായിരിക്കണം? അവർ കാരണക്കാരാണ്. ഇത് പറയുമ്പോൾ മുസ്ലിയാരോട് ഞാൻ ചോദിച്ചിരുന്നു, ഇവിടെ ലോകത്ത് ആരാ മുശ്രിക്കുള്ളത്? അബൂജഹൽ മുശ്രിക്കാണോ? റുത്തുബത്ത് മുശ്രിക്കാണോ? ഷെയ്ബത്ത് മുശ്രിക്കാണോ? ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്ത് മുശ്രിക്കുകളേ ഇല്ല എന്നാണ് മുസ്ലിയാർ പറഞ്ഞതിൻ്റെ ചുരുക്കം. നഊദു ബില്ലാഹ്. അപ്പൊ പിന്നെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് രക്ഷപ്പെടുത്താൻ അമ്പിയാക്കളെ അള്ളാഹു നിയോഗിക്കേണ്ട ആവശ്യം എന്താ? കിതാബുകൾ അള്ളാഹു അവതരിപ്പിക്കേണ്ട കാര്യം എന്താ? കാരണം എല്ലാ മുശ്രിക്കുകളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഇടയാളന്മാരെ കണ്ടത്. അപ്പൊ യഥാർത്ഥ ഇലാഹുകളായിട്ടോ സ്രഷ്ടാക്കളായിട്ടോ റബ്ബായിട്ടോ അവർ മറ്റാരെയും കണ്ടിട്ടില്ല. ആരാണ് റബ്ബ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്നാ പറയുന്നത്. സ്രഷ്ടാവാര് അള്ളാഹു, നിയന്താവാര് അള്ളാഹു. ഇത് കൃത്യമായി പറഞ്ഞു. അപ്പൊ മുസ്ലിയാർ പറയുന്നത് തൊള്ളോണ്ടൊരു പറച്ചില, വിശ്വാസമല്ല. അത് അവരുടെ വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസം ഒരിക്കലും ശരിയായ വിശ്വാസമല്ല. അള്ളാഹു ആണ് സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ അത് ഹഖീഖിയായി ഈമാനാവുകയില്ല. അതേ സമയത്ത് ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും പ്രാർത്ഥനയും ഇസ്തിഗാസയും അടക്കം അള്ളാഹുവിന് മാത്രം കൊടുത്താലേ അത് ഹഖീഖിയായ വിശ്വാസമാവുകയുള്ളൂ. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവെക്കുറിച്ച് ഹഖീഖിയായ വിശ്വാസമില്ല. സമസ്തക്കാരായ ആളുകൾക്കും അള്ളാഹുവെക്കുറിച്ച് ഹഖീഖിയായ വിശ്വാസമില്ല എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായി? കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു വിശേഷം ഇതാണ്. അപ്പോൾ കാരണക്കാർ മാത്രമാണ് അവർ എന്ന് വിശ്വസിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് അതേ വിശ്വാസമാണ് എന്ന് ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവരുടെ വാദം എന്താ? ഖുർആൻ തന്നെ പറയാം മക്കയെ മുശ്രിക്കുകളുടെ വാദം. അത് അവരുടെ സ്വന്തം വെറും വാക്കല്ല. അവരുടെ വിശ്വാസം എന്താണെന്ന് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകരാണിവർ. അതായത് ഇവരാണ് അള്ളാഹുവിൻ്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് അള്ളാഹു ഞങ്ങൾക്ക് ഉത്തരം നൽകാൻ കാരണക്കാരാകുന്നത്. കണ്ടോ? സമസ്തക്കാരൻ്റെ അതേ വിശ്വാസമാണ് അബൂജഹലിൻ്റെ വിശ്വാസം. ഇസ്തിഗാസ അടക്കമുള്ള ഇബാദത്തുകൾ ഞങ്ങൾ ഇവർക്ക് കൊടുക്കുന്നില്ല അള്ളാഹുവിലേക്ക് ഇവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ ഇവരാണോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്? അല്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കൽ മാത്രമാണ് ഇവരുടെ ജോലി. അപ്പൊ ഇവരാരാ? കാരണക്കാർ. അപ്പോൾ കാരണക്കാർ എന്ന നിലയിൽ മാത്രമേ മക്കയിലെ മുശ്രിക്കുകൾ ലാത്തിനെയും മനാത്തിനെയും അതേപോലെ തന്നെ ജിബ്രീലിനെയും മീകായിലിനെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഒക്കെ വിശ്വസിച്ചിട്ടുള്ളൂ. മുസ്ലിയാർ ഉണ്ടാക്കിയ ഈ ഉസൂല് അഹ്ലുസുന്നയുടെ ഉസൂലല്ല. ഈ ഉസൂലിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ മുശ്രിക്കുകളൊന്നും മുശ്രിക്കുകളല്ല എന്ന് പറയേണ്ടി വരും. കണ്ടോ? സമസ്തക്കാരന്റെ വിശ്വാസം തനിച്ച ശിർക്കൻ വിശ്വാസം എന്ന് മുസ്ലിയാർ തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടുപോയി. അത് ന്യായീകരിക്കാൻ അയാൾ കാണിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളും തത്രപ്പാടുകളുമാണ് ഇനിയുള്ള വോയിസുകൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി മുസ്ലിയാർ ഈ കാരണക്കാരാണ് അവർ എന്നുള്ളതിന് പറയുന്ന ന്യായീകരണം എന്താണ്? തർക്ക വിഷയവുമായി ബന്ധമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ചില വിഷയങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട്. അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനല്ല, ഇസ്തിഗാസക്ക് ഉത്തരം കിട്ടാനല്ല. നേരെ മറിച്ച് നമുക്ക് ദീന് പഠിക്കാൻ അള്ളാഹു റസൂലുമാരെ കാരണമാക്കി. യാതൊരു സംശയവുമില്ല. അള്ളാഹു അമ്പിയാക്കളെ നിയോഗിച്ചു, അവർക്ക് കിതാബുകൾ അവതരിപ്പിച്ചു. അമ്പിയാക്കളും കിതാബുകളും നമുക്ക് ദീന് മനസ്സിലാക്കാനുള്ള കാരണമാണ്. പക്ഷേ പ്രാർത്ഥിക്കാനുള്ള കാരണമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിർത്തി നിങ്ങൾ രണ്ട് വിഷയത്തെ കൂട്ടിക്കുഴയ്ക്കരുതല്ലോ.
അതേപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള ഒരാൾ, പ്രത്യേകിച്ചും തഖ്വയുള്ള ആളുകൾ, അല്ലെങ്കിൽ നബിമാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നബിമാർ, അല്ലെങ്കിൽ ഔലിയാക്കൾ, അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അരികിൽ ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു കാരണമാകും. അതിൻ്റെ അർത്ഥം നബിയോട് പ്രാർത്ഥിക്കുക, വലിയനോട് പ്രാർത്ഥിക്കുക എന്നല്ലല്ലോ, ഇസ്തിഗാസ ചെയ്യുക എന്നല്ലല്ലോ. നേരെ മറിച്ച് അവരോട് പറയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പം അത് ഇവിടെ മൗലവി സമ്മതിച്ചല്ലോ എന്നാണ് പലപ്പോഴും മുസ്ലിയാർ പറയുന്നത്. മുസ്ലിയാരെ അത് ജീവിച്ചിരിക്കുന്ന കാലത്തെ നടക്കൂ. മരണപ്പെട്ടതിനു ശേഷവും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കും, ഉത്തരം ചെയ്യുമെന്ന വിശ്വാസത്തിലാണെങ്കിൽ, മുഅ്ജിസത്തിന്റെ കഴിവുകൊണ്ട്, കറാമത്തിന്റെ കഴിവുകൊണ്ട് അവർക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് പച്ചയായ ശിർക്കാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളടുത്ത് പോയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, ദുനിയാവിൽ അങ്ങനെയാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമാണ് വിഷയങ്ങൾ. മനസ്സിലായില്ലേ? എന്നാൽ മരണപ്പെട്ടതിന് ശേഷവും അമ്പിയ ഔലിയാക്കൾക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് ഉണ്ട്, അവർ കാരണക്കാരാണ്, അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് മുസ്ലിയാർ പറയുന്നതെങ്കിൽ അത് തനിച്ച ഉഡായിപ്പും ഷിർക്കും കുഫറുമാണ് എന്നാണ് ബോധ്യപ്പെടുത്താനുള്ളത്. മുസ്ലിയാർ പറയുന്നത് ആ ഒരു വിഷയത്തെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം എന്താ, ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അരികിൽ വന്നിട്ട് ഒരു സ്ത്രീ തനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന വിധി അറിയാൻ വേണ്ടി ചോദിച്ചു. ജീവിച്ചിരിക്കുന്നത് നബിയോടല്ലേ ചോദിക്കുന്നത്? നബിക്ക് വഹി കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പം നബിക്ക് വഹി കിട്ടിയാൽ പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കൂല. നബിയോട് വന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു വഹി കൊടുത്ത് ഉത്തരം കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാത്ത എത്ര വിഷയങ്ങളുണ്ട്, എത്രയോ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ പലതും ചിലതൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യവുമാണ്. ഏതായിരുന്നാലും ശരി, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സ്ത്രീ സ്വർഗം ചോദിച്ചു, മൂസാ നബി എനിക്ക് സ്വർഗം തരണേ, എന്നിട്ട് മുഴുവത്തിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി സ്വർഗം കൊടുത്തു എന്നാണോ നിങ്ങളുടെ വിശ്വാസം? അത് ക്ലിയർ ആക്കാൻ മുസ്ലിയാരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ റുബൂബിയത്തിന്റെ സിഫത്ത് വകവച്ചാലേ ഇബാദത്താകൂ എന്നുള്ളത് മുസ്ലിയാരുടെ തലയില്ലാത്ത വിശ്വാസമാണ്. റുബൂബിയത്തിന്റെ സിഫത്തുകൾ മുശ്രിക്കുകൾ ആരും അവരുടെ ഇലാഹുകൾക്ക് വകവെച്ചു കൊടുത്തിട്ടില്ല. ഉലൂഹിയത്തിന്റെ സിഫത്തുകളാണ് വകവെച്ചു കൊടുത്തിട്ടുള്ളത്. ഇതാണ് സലഫികളും സമസ്തക്കാരും തമ്മിലുള്ള വിശ്വാസം. ഇതാണ് സമസ്തക്കാരും ഷിയാക്കളും തമ്മിലുള്ള യോജിപ്പ്. അവർ വിശ്വസിക്കുന്ന എന്താണ്? ഇതേ തരത്തിലാണ് വിശ്വസിക്കുന്നത്. അല്ല, മുസ്ലിയാർ പറയുന്നത് സ്വയം കാണും, സ്വയം കേൾക്കും എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ശിർക്കില്ലല്ലോ മുസ്ലിയാർ. അങ്ങനെ സ്വയം കാണും, സ്വയം കേൾക്കും എന്ന് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ടാണ് തൽബിയത്ത് ചെല്ലുമ്പോൾ ശരീക്കിനെ കുറിച്ച് ഹുവലക്, ഞങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അള്ളാഹുവെ അവൻ നിനക്കുള്ളതാണ്, തംലിക്കുഹു അവനെ നീ ഉടമപ്പെടുത്തുന്നു, വമാ മലക്ക അവൻ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അപ്പം ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക്, അവരെ പ്രതിനിധീകരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് വല്ലതും കഴിയുമെങ്കിൽ അത് നീ കൊടുത്ത കഴിവാണ് എന്നും മുശ്രിക്കുകളുടെ തൽബിയത്ത് കേൾപ്പിച്ചു, അവരുടെ വിവിധ വിശ്വാസങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് ഞാനത് പഠിപ്പിച്ചു. എന്നിട്ട് മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ സിഫത്ത് എന്താണ്? എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എന്നാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ സിഫത്ത് എല്ലാം സ്വയം കാണും, എല്ലാം സ്വയം കേൾക്കുന്നവൻ എന്നതാണ്. ഈ വിശേഷണം ഒരിക്കലും മഹാന്മാർക്ക് ഇസ്തിഗാസ നടത്തുന്ന സുന്നികളായ ഞങ്ങൾ ആരും തന്നെ അത്തരത്തിലൊരു വിശേഷണം നൽകുന്നില്ല. ഒന്നാമതായിട്ട് നിങ്ങൾ സുന്നികളല്ല. രണ്ടാമത്, നിങ്ങൾ അത്തരമൊരു വിശേഷണം നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അബൂജഹലും മുത്തുബത്തും അങ്ങനെ ഒരു വിശേഷണം കൊടുത്തിട്ടില്ല. സ്വയം കേൾക്കും, സ്വയം കാണും എന്നുള്ളത് നിങ്ങളുടെ തൊള്ള മാത്രമാണ്. നേരെ മറിച്ച് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചത് എന്നുള്ളത് ക്ലിയറാണ്. മനസ്സിലായില്ലേ? മംബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും ആധിപത്യം ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചാൽ അവർ അതേപോലെ ആരാണ് അഭയം നൽകുന്നത്? ആർക്കാണ് അഭയം ആവശ്യമില്ലാത്തത്? അങ്ങനെയുള്ള സർവാധികാരി ആരാണ്? റബ്ബുൽ ആലമീൻ ആരാണ്? എല്ലാം ഉടമപ്പെടുത്തുന്നവൻ, മറ്റുള്ളവർക്ക് കഴിവുകൾ കൊടുക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിന് മാത്രമേ. സയഖൂലൂന ലില്ലാ, മനസ്സിലായില്ലേ? അവർ പറയുന്നത് അത് അള്ളാഹുവിനാണ് എന്നാണ് അവർ പറയുക എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വയം കാണും, സ്വയം കേൾക്കും എന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്ന മുസ്ലിയാരുടെ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. നിങ്ങൾ അബൂജഹലിനെ വെള്ളപൂശുകയാണ്, നിങ്ങൾ മുശ്രിക്കുകളെ ന്യായീകരിക്കുകയാണ്, എന്നിട്ട് അതേ ശിർക്ക് ഏറ്റെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നാൽ മുസ്ലിയാരെ, നിങ്ങൾ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായിക്കും എന്നുള്ള നിലക്കാണ് ചോദിക്കുന്നത്. മരണപ്പെട്ടതിന് ശേഷം മുഅ്ജിസത്തുണ്ടോ? ഇൻഖറലത്ത് എന്നാണ് ശർഹ് മുസ്ലിമിൽ ഇമാം നവവി പറഞ്ഞത്. ഇൻഖറദ്, മുറിഞ്ഞുപോയി, അമ്പിയാക്കളുടെ മുഅ്ജിസത്ത് തീർന്നുപോയി എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നിട്ട് മുസ്ലിയാർ പറയാ അതിന് മുഅ്ജിസത്ത് എന്ന് പേര് പറയാൻ പാടില്ല എന്നല്ലോ. ഇതിനാണ് വൈരുദ്ധ്യം എന്ന് പറയാം. മുസ്ലിയാർ വൈരുദ്ധ്യം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ബർസഖിലുള്ളത് മുഅ്ജിസത്തല്ല എന്ന് മുസ്ലിയാർ സമ്മതിക്കുന്ന നിങ്ങൾ കേൾക്കൂ. അതല്ലേ വൈരുദ്ധ്യം? മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയാക്കൾ സഹായിക്കുന്ന ലോകത്ത് പ്രചരിപ്പിക്കുക,
എന്നിട്ട് മുഴുസത്തില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രമാണങ്ങളും അതേപോലെ തന്നെ ഇമാമുകളുടെ ഉദ്ധരണികൾ ഞങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് അങ്ങോട്ട് തരുന്ന സമയത്ത് മുസ്ലിയാർ പറയാണ് അത് മുഴുസത്താകണമെന്നില്ലല്ലോ, ബർസഖിലുള്ളത് മുഴുസത്തല്ല, അത് വേറെ അത്ഭുതമാണ്. വേറെ അത്ഭുതം കൊണ്ട് സഹായിക്കുക എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. മുഴുസത്ത് കറാമത്ത് കൊണ്ട് സഹായിക്കുകയില്ല എന്ന് നിങ്ങൾ ഇവിടെ സമ്മതിക്കുക. മുസ്ലിയാർ വളരെ ഒഴുക്കം മട്ട് പറയാം, അത് മുഴുസത്താണെങ്കിൽ എന്ത്, വേറെന്തെങ്കിലും അത്ഭുതമാണെങ്കിൽ എന്ത്. അതല്ല, ഇത് ക്ലിയർ ആക്കണം ആദ്യം. ഞങ്ങൾ വാദം എഴുതിയതാണ്. മാന്യതയുണ്ടെങ്കിൽ ആ വാദത്തിലേക്ക് നിങ്ങൾ വരേണ്ടതാണ്. പക്ഷേ മുഴുജിസത്ത് എന്ന വാക്കിൽ എന്ന് പറയാൻ പോലും നിങ്ങളുടെ നാവ് വിറച്ചുകൊണ്ടല്ലാതെ ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ ഈ സംവാദത്തിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേൾക്കും. കാരണം ആഖിറത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങൾ, കാര്യങ്ങൾ ലായക്കൂനു മുഅ്ജിസത്തൻ, അത് മുഅ്ജിസാവുകയില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ആഖിറത്തിൽ അസാധാരണമായ കാര്യങ്ങൾ അമ്പിയാക്കളിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്നാണോ? ഒരിക്കലുമല്ല, ഉണ്ടാകും. പക്ഷെ അതിന് മുഅ്ജിസത്ത് എന്ന് എന്താണ് മുസ്ലിയാരെ? അപ്പം ആഖിറത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായതിന് മുഅ്ജിസത്ത് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഇവിടെ സലഫികൾ ഉന്നയിച്ച വാദം എത്ര കൃത്യമായി നിങ്ങൾ സമ്മതിച്ചു? ഞാൻ എഴുതിയ വാദം ഒന്ന് വായിച്ചു നോക്കും. മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പിയ ഔലിയാക്കൾ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അബ്ദുൽ ഖാദർ ജീലാനി സഹായിക്കണേ, മനമ്പത്തടിഞ്ഞ ബീവിയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹമ്മദ് നബിയെ പാപമോചനം തരണേ, എന്നിങ്ങനെ ജീലാനി നരകമോചനം തരണേ എന്നിങ്ങനെ തേടുന്നത് തനിച്ച ശിർക്കും കുഫറുമാകുന്നു ഞാൻ പറഞ്ഞത്. മുസ്ലിയാർ പറയാണെന്ത്, മരിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ മുഴുസത്തല്ല. ഇതിന് വൈരുദ്ധ്യം അല്ലെങ്കിൽ എന്താണ് പറയാ? ഇതല്ലേ നിങ്ങൾ നിങ്ങളുടെ നാട് നീളെ പ്രചരിപ്പിക്കുന്ന വാദത്തിൽ നിന്ന് ഇത്തരം നേരിട്ടുള്ള സംവാദങ്ങളിൽ പിറകോട്ടു പോകുന്നതാണ് മുസ്ലിയാരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബർസഖിലുള്ളത് മുഅ്ജിസത്തല്ല എന്ന് മുസ്ലിയാർ സമ്മതിക്കുന്നു. പിന്നെ മുസ്ലിയാർ പറഞ്ഞെന്താണ്? അതിൻ്റെ അർത്ഥം അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണോ, സാധാരണമായ കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. മുസ്ലിയാരെ മരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് മുഴുവൻ ദുനിയാവുമായി ബന്ധപ്പെട്ട അസാധാരണ കാര്യങ്ങൾ മാത്രമാണ്. ആലമുൽ ബർസഖിൽ ഒരു ദിവസം തന്നെ 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമാണ്. അത് സാധാരണ കാര്യമാണോ? അവിടെ മുൻകർ നക്കീർ വരുന്നു, ചോദ്യം ചെയ്യുന്നു. കാഫറുകളും മുനാഫിക്കുകളും ഈ ഔലിയാക്കന്മാരെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ചവരുമാണെങ്കിൽ അവരുടെ മസ്തകത്തിൽ മുറസ്സബ എന്ന് പറയുന്ന ചുറ്റിയെ കൊണ്ട് അതിശക്തമായി മർദ്ദിക്കുന്നു. അവർ മണ്ണ് പോലെ പൊടിയായി പോകുന്നു. അതിനുശേഷവും അവർ വീണ്ടും പഴയതുപോലെ ആയിട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു, അടുത്ത ചോദ്യങ്ങൾ വരുന്നു. ഇതൊന്നും സാധാരണ സംഭവങ്ങളല്ല. അവിടെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കുന്ന സ്വർഗീയമായ വിരിയുണ്ട്, അള്ളാഹു നൽകുന്ന സ്വർഗീയമായ വസ്ത്രങ്ങളുണ്ട്, സ്വർഗത്തിലേക്കുള്ള കവാടങ്ങൾ അവിടേക്ക് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ആര് പറഞ്ഞു? ആ ബർസഖിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അസാധാരണമാണ്. അതുകൊണ്ട് മുസ്ലിയാരെ അവരോട് പ്രാർത്ഥിക്കാമെന്ന് കിട്ടുമോ? ഇവിടുത്തെ വിഷയം അതല്ലല്ലോ. മരണപ്പെട്ടതിന് ശേഷം ആലമുൽ ബർസഖിൽ അസാധാരണ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? മഹ്ശറിൽ അസാധാരണ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? പരലോകത്തുള്ളത് അസാധാരണ കാര്യങ്ങളാണോ? ഇതാണോ നമ്മൾ തമ്മിലുള്ള ചർച്ച? ഒരിക്കലുമല്ല. നേരെ മറിച്ച് അവിടെ അവർ ഉത്തരം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ അവരോട് തേടാൻ പറ്റും. മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ സഹായിക്കുമോ? മരിച്ചതിന് ശേഷം മുഅ്ജിസത്തുണ്ടോ? ഇല്ലേ, അതില്ല. അവരാഗ്രഹിക്കുന്ന പ്രകാരം ഉള്ള ഒരു മുഴുസത്തിൽ ഇഖ്തിയാരിയായ ഒരു മുഴുസത്തും അല്ലെങ്കിൽ എവിടെ നടക്കാൻ പോകുന്നില്ല? മരണശേഷം നടക്കാൻ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിയാർ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ വാദങ്ങളെ സ്ഥാപിക്കാൻ കഴിയാതെയും സലഫികൾ സ്ഥാപിച്ച വാദങ്ങളുടെ മുന്നിൽ പതറിയതായിട്ടും നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇനി സകല മുസ്ലിയാക്കന്മാരും എങ്ങനെയാണ് ജാറ വ്യവസായം നിലനിർത്തുന്നതിന് വേണ്ടി ഈ അമ്പിയ ഔലിയാക്കളെയും അങ്ങനെ പറയപ്പെടുന്നവരെയും പല മനോരോഗികളെയും പലയിടത്തും അടിച്ചു കൊന്നിട്ട പട്ടികളെയും പോലെ പൂജിക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. മക്ബറകളുടെ പേരിൽ, ജാറങ്ങൾ എന്ന പേരിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നാനാദിക്കുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ മാത്രം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നോക്കൂ, അവരുടെ പച്ച കുഫറിന് അവരുണ്ടാക്കുന്ന ആധാരങ്ങൾ ഖുർആനിനും സുന്നത്തിനും ഘടകവിരുദ്ധമായ പച്ചയായ ശിർക്ക്. ഇവിടെ മുസ്ലിയാരുടെ വോയിസിൽ തന്നെ നിങ്ങൾ കേൾക്കാം. അദ്ദേഹം പറയാണ്, എല്ലാ സിഫത്തും പൂർണ്ണമായി ഒരു സൃഷ്ടിക്ക് അള്ളാഹു നൽകും. നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പൂർണ്ണമായി തന്നെ അവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടികൾക്ക് നൽകും എന്ന പച്ചയായ കുഫറാണ് മുസ്ലിയാർ പറയുന്നത്. എന്നിട്ട് മൂപ്പര് ഒരു മൻതിഖ്, ഫിലോസഫി, ഗ്രീക്കിൽ നിന്നാണല്ലോ ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രം കൊണ്ടുവരേണ്ടത്. അബ്ബാസികളുടെ കാലത്ത് ഫിലോസഫി ഇസ്ലാമിലേക്ക് ധാരാളമായി കടന്നു വന്നിട്ടുണ്ട്.
അങ്ങനെയുള്ള വഹദത്തുൽ വജൂദ് പോലുള്ള വിശ്വാസങ്ങൾ, സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ എന്നുള്ള വിശ്വാസങ്ങളൊക്കെ സമസ്തക്കാർ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് കടന്നിട്ടില്ല. ഒരുപാട് വിഷയങ്ങൾ അതിലും നമുക്ക് ചർച്ചകൾ നടക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സന്ദർഭങ്ങൾ അതിന് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഏതായിരുന്നാലും ഇവിടെ മുസ്ലിയാർ തനിച്ച കുഫർ, ഇത് പറയുന്നവൻ മുശിരിക്ക് അല്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് മുശിരിക്ക് എന്ന് ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും അള്ളാഹു സൃഷ്ടികൾക്ക് നൽകുക എന്നത് മുംകിനാണ്. നഊദു ബില്ലാ. അള്ളാഹുവിൻ്റെ കുദറത്തിനെ പറ്റി ഇവിടെ ലോകത്ത് ആർക്കും തർക്കമില്ല. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ അള്ളാഹുവിൻ്റെ കഴിവുകൾ തന്നെ അമ്പിയാക്കൾക്ക് നൽകും, അല്ലെങ്കിൽ ഔലിയാക്കൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ അത് കുഫറാണ് മുസ്ലിയാരെ. അങ്ങനെ നൽകുമ്പോൾ അത് അള്ളാഹു ആയില്ലേ? അതും അള്ളാഹു ഇതും അള്ളാഹു, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു അള്ളാഹു സ്വയം കഴിവുള്ള അള്ളാഹു, അമ്പിയാക്കളും ഔലിയാക്കളോ അള്ളാഹ് കൊടുത്ത കഴിവുള്ള അള്ളാഹു. അങ്ങനെ കൊടുത്ത കഴിവുള്ള അള്ളാഹുവിലാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇലാഹുകളിലാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. നിങ്ങൾ സമസ്തക്കാരും അങ്ങനെ തന്നെയാണ് എന്ന് മുസ്ലിയാർ സമ്മതിക്കുന്ന നിങ്ങൾ കേൾക്കുക. അള്ളാഹു ഇവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മുസ്ലിം ആയാൽ രക്ഷപ്പെടാം എന്ന് മാത്രമേ ഈ വാദക്കാരോട് നമുക്ക് പറയാനുള്ളൂ. എന്താ നിങ്ങൾ കേൾക്കൂ, മുസ്ലിയാർ പറയുന്ന പച്ച കുഫർ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ സങ്കടമുണ്ട് മുസ്ലിയാക്കന്മാർ, പണ്ഡിതന്മാർ, കിതാബ് അറിയുന്നവർ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുക എന്നുള്ളതിൽ. അതുകൊണ്ട് ശ്രോതാക്കൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലായില്ലേ? ഇസ്ലാമിനെ എങ്ങനെയാണ് മുഴുവൻ നമ്മൾ നോൽക്കുന്ന നോമ്പിന് കാര്യമില്ല, നിസ്കരിക്കുന്ന നിസ്കാരത്തിന് കാര്യമില്ല, സക്കാത്തും സ്വതക്കയും പൊളിഞ്ഞു പോകും, ഉംറയും ഹജ്ജും ഫലമില്ലാതെ പോകും, ഒരു നന്മയും അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ഈ പച്ചയായ ശിർക്കുമായിട്ടാണ് നടക്കുന്നത് എങ്കിൽ മനസ്സിലായില്ലേ? ഈ തലപ്പാവ് ധരിച്ച് അതേപോലെ തന്നെ പണ്ഡിത വേഷം ധരിച്ച് പണ്ഡിതന്മാരാണ് എന്ന് ധരിപ്പിച്ചും ജനങ്ങളെ പഠിപ്പിക്കുന്നത് അബൂജഹലിന്റെ വിശ്വാസമാണ്. നിങ്ങൾ കേൾക്ക്. അള്ളാഹു താല ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ അള്ളാഹുവിന്റെ സിഫത്തുകളെ പൂർണ്ണമായിട്ട് അള്ളാഹുവിന്റെ എല്ലാം കേൾക്കും എല്ലാം കാണും എന്നുള്ള പൂർണ്ണമായ രൂപത്തിലുള്ള കേൾവിയും കാഴ്ചയും അതുപോലെയുള്ള സിഫത്തുകളൊക്കെ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു മുംകിനായ കാര്യമാണ്. മുംകിനായ കാര്യങ്ങളോട് അള്ളാഹുവിന്റെ കുദറത്ത് ബന്ധിക്കുക എന്നത് അള്ളാഹുവിന്റെ ജായിസായ സിഫത്തുകളിൽ പെട്ടതാണ്. അള്ളാഹു ഒരിക്കലും ഒരു മഹാനും അങ്ങനെ നൽകുകയില്ല എന്ന് പറയുന്നത് ആ ജായിസായ സിഫത്തിനെ നിഷേധിക്കലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബിലീസിന്റെ മതമാണ് മുസ്ലിയാരെ. അള്ളാഹുവിന്റെ അതേ കഴിവുകൾ സൃഷ്ടികൾക്ക് കൊടുക്കുമെന്നുള്ള വിശ്വാസം അത് ഇബിലീസിന്റെ വിശ്വാസമാണ്. അത് അള്ളാഹുവിന് ഒരിക്കലും ജായിസ് അല്ല. എന്താ കാരണം? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ യാതൊന്നുമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ എല്ലാം കാണുക എല്ലാം കേൾക്കുക എന്ന ഒരു സിഫത്ത് സൃഷ്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. സൂറത്ത് ശൂറായിലെ 42-ാമത്തെ സൂറത്തിലെ 11-ാമത്തെ ആയത്താണ്. ആ ആയത്തിനെയാണ് മുസ്ലിയാർ ഇവിടെ തൻ്റെ ശിർക്കൻ വാദം കൊണ്ട് ഖണ്ഡിച്ചിരിക്കുന്നത്. ഖുർആനിനെ ഖണ്ഡിക്കാൻ വന്നിരിക്കുന്ന പൗരോഹിത്യത്തെയാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഖുർആന് ഘടകവിരുദ്ധം. ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഒരുവനാണ് എന്നാണ്. അപ്പൊ അവന്റെ അതേ സിഫത്തുകളും വിശേഷണങ്ങളുമുള്ള വേറെയും സൃഷ്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അഹദ് എന്ന് പറയാൻ പറ്റുമോ മുസ്ലിയാരെ? എത്ര തവണ നമ്മൾ ചോദിച്ചിട്ടില്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി യാതൊന്നുമില്ല. വീണ്ടും ഖുർആൻ പറഞ്ഞു, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് അതേപോലുള്ളവർ ഉണ്ട് എന്ന്, മസലുകൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയരുത്. എന്നാൽ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർ ഉണ്ട്, അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തും വകവെച്ചു നൽകപ്പെട്ടവർ ഉണ്ട് എന്ന പിഴച്ച കുഫ്രൻ വിശ്വാസമാണ് സമസ്തക്കാർ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇത് അബൂജഹലിന്റെ ദീനാണ്, ഇത് ഇസ്ലാം അല്ല എന്നാണ്. മനസ്സിലായില്ലേ? മുസ്ലിയാർ വീണ്ടും അത് സ്ഥാപിക്കുകയാണ്. എന്താ പറയുന്നത്? വീണ്ടും അദ്ദേഹം തുടർന്ന് കേൾക്കൂ. പിന്നെ നമ്മുടെ മൗലവി പറയുന്നത് എല്ലാം കാണും എല്ലാം കേൾക്കും, ഇങ്ങനെയുള്ള വിശേഷണം അള്ളാഹുവിന്റെ വിശേഷണമാണ്. അത് മഖ്ലൂക്കിന് വകവെച്ച് കൊടുത്താൽ അത് ദിവ്യത്വം കൽപ്പിക്കലാണ് എന്ന് മൗലവി പറയുകയാണ്. അതിന് തെളിവായിട്ട് മൗലവിക്ക് ഖുർആനിൽ നിന്നൊന്നും കിട്ടിയില്ല, ഹദീസിൽ നിന്നൊന്നും കിട്ടിയില്ല. കിട്ടിയത് മുസ്തഫൽ ഫൈസിയുടെ പുസ്തകത്തിൽ നിന്നാണ്. എന്നാൽ ഞാൻ എന്റെ വിഷയാവതരണത്തിന്റെ അവസാനം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, എല്ലാം കാണും എല്ലാം കേൾക്കും എന്നതല്ല അള്ളാഹുവിന്റെ വിശേഷണം. എല്ലാം സ്വയം കാണും എല്ലാം സ്വയം കേൾക്കും എന്നതാണ് അള്ളാഹുവിന്റെ വിശേഷണം. കണ്ടോ, ഞാനിവിടെ വഹുവ സമീഉൽ ബസീർ എന്ന് കേൾപ്പിച്ചു. വഹുവ സമീഉൽ അലീം എന്ന് ഖുർആനിൽ വേറുണ്ട്. എല്ലാം കേൾക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ. ഇങ്ങനെ ഇത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അത് തന്നെ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക. എന്നിട്ട് മുസ്തഫൽ വൈസിയാണ് പോയി എനിക്ക് കിട്ടി. മുസ്തഫൽ വൈസി നിങ്ങളെപ്പോലത്തെ ഒരു മൊയ്ലിയാർ, വേറെന്താ? പച്ച കുഫർ പ്രചരിപ്പിക്കുന്നവൻ. മനസ്സിലായില്ലേ?
എന്നിട്ട് അയാൾ പറയാണ് അള്ളാഹു ഔലിയാക്കളുടെ കണ്ണിന് ദിവ്യശക്തി പകരുന്ന് ഈ മുസ്തഫയാണ് പറഞ്ഞത്. മനസ്സിലായല്ലേ? ഈ ഫൈലി എന്ന് പറയുന്ന മുസ്തഫയാണ് പറഞ്ഞത്. പലിശ ഹലാലാണ് എന്ന് പറഞ്ഞു നാട് നീളെ മുസ്ലിങ്ങളെ ഹറാമിലേക്കും കുഫ്രിലേക്കും നയിക്കുന്ന ഒരുത്തനാണ് ആ വിഷയം പറഞ്ഞത്. അപ്പോൾ ആ പറയുമ്പോൾ അത് അയാളെ ഗണ്ണിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതിനു പകരം, അല്ലെങ്കിൽ ആ മുസ്ലിയാക്കന്മാരുടെ വിശ്വാസം അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനു പകരം ആ വാദത്തെ ന്യായീകരിക്കുന്ന മുസ്ലിയാരെയാണ്, സഖാഫിയാണ് നമ്മുടെ ഈ സംവാദത്തിലും കണ്ടിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ സൃഷ്ടികൾ കാണാറുണ്ട്. അപ്പോൾ സൃഷ്ടികൾ കാണുന്നു എന്ന് പറയുന്നു, അള്ളാഹു കാണുന്നു എന്ന് പറയുന്നു. രണ്ടിടത്തും കാണുന്നു എന്ന പദം വന്നതാണ് ഇപ്പം മുസ്ലിയാർക്ക് എന്ത് പിന്നെ രണ്ടും ഒരുപോലെയാണ്. അങ്ങനെ മുസ്ലിയാർ രണ്ടും ഒന്നാകുന്നു. മുഹമ്മദ് നബി കാരുണ്യം കാണിക്കുന്നു, അള്ളാഹു കാരുണ്യം കാണിക്കുന്നു. മുഹമ്മദ് നബിയെ പറ്റി റഹീം എന്ന് പറയാറില്ലേ? അള്ളാഹുവിനെ പറ്റി റഹീം എന്ന് പറയാറില്ലേ? മുഹമ്മദ് നബി കൃപ കാണിക്കുന്നു, അള്ളാഹു കൃപ കാണിക്കുന്നു. മുഹമ്മദ് നബിയെ കുറിച്ച് റഊഫ് എന്ന് പറയാറില്ലേ? അള്ളാഹുവിനെ കുറിച്ച് റഊഫ് എന്ന് പറയാറില്ലേ? അതൊക്കെ പദം മാത്രമേ ഉള്ളൂ മുസ്ലിയാരെ. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയാണോ റഊഫ് എന്ന് പറയുന്നത്, അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അതേപോലെ റഫത്ത് കാണിക്കാൻ നബിക്ക് കഴിയുമെന്ന വിശ്വാസം ഉണ്ട് എന്നാണ് മുസ്ലിയാരെ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന വാക്കിൻ്റെ ഗൗരവം ഒന്ന് രണ്ടാമത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് ഒരിക്കൽ കൂടി കേൾക്കാൻ നിങ്ങൾക്ക് തന്നെ തൻ്റെ ഇടമുണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം നിങ്ങളുടെ മസ്തകം തകർക്കുന്ന ദീന് പൊളിച്ചു കളയുന്ന വിശ്വാസമാണ് മുസ്ലിയാരെ നിങ്ങളുടെ നാവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശൈത്താന്മാർ ചങ്ങലക്കിടപ്പെടുന്ന ഈ റമദാൻ മാസത്തിലെങ്കിലും ഒന്ന് നെഞ്ചിൽ കൈവച്ചു പരലോകത്തൊറ്റയ്ക്ക് ഔലിയാക്കളില്ലാതെ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നവൻ ശൈത്താനാണ്. അബ്ദുൽ ഖാദർ ജീലാനി ഏതായാലും അങ്ങനെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ പറയുന്ന നുണയാണ്. മറിച്ച് എന്താണെന്നറിയോ? എത്ര വലിയ ആളാണെങ്കിൽ നഫ്സി നഫ്സി നഫ്സിയ, നഫ്സി എൻ്റെ നഫ്സ് എൻ്റെ നഫ്സ് എന്ന് പറഞ്ഞ് ഒറ്റക്ക് റബ്ബിൻ്റെ മുന്നിൽ എണീറ്റ് നിൽക്കേണ്ട ഒരു ഷെയ്ഖുനെ ഉണ്ടാവില്ല, ഒരു കമറുലമ ഉണ്ടാവില്ല, ഒരു സുൽത്താനുലമ ഉണ്ടാവില്ല, ഒരു ഷെയ്ഖും ഉണ്ടാവില്ല, ഒരു വലിയും ഉണ്ടാവില്ല, ഒരു ബീബിയും ഉണ്ടാകില്ല. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഖിദു അൻഫുസകും മിനൻ നാർ വലാ അംലികു ലക്കും ദർറൻ വലാ നഫ്ആ എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്ന രംഗത്തെക്കുറിച്ച് മുസ്ലിയാരെ ഓർക്കണം. ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന മുഴുവൻ ആളുകളും. ഇനി ഇതാ മുസ്ലിയാർ ഒരേ വാചകത്തിൽ വൈരുദ്ധ്യം പറയുന്നത് കേൾക്കും. അതായത് മുസ്ലിയാർ പറയാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ഒരു നിലക്കും വിശ്വസിച്ചിട്ടില്ല. പിന്നെന്താണ്? അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അള്ളാഹു ആ അംഗീകരിക്കൽ മാത്രമാണ്. എന്താ മുസ്ലിം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ? അംഗീകരിക്കാതൊരു വിശ്വാസം ഉണ്ടോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കലാണ്. അംഗീകാരമില്ലാതെ വിശ്വാസമില്ല. പക്ഷേ അള്ളാഹു ആണ് സ്രഷ്ടാവ് എന്ന് അംഗീകരിച്ചത് കൊണ്ടോ, ഞങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചാൽ അള്ളാഹു ഞങ്ങളെ സഹായിക്കും എന്ന് വിശ്വസിച്ചത് കൊണ്ടോ അത് ഹഖീഖിയായ ഈമാൻ ആവുകയില്ല. അങ്ങനെ സലഫികൾക്ക് വാദമൊന്നുമില്ല. മുസ്ലിം നമ്മളെ പേരിൽ കളവ് പറയുന്നത് അബൂജഹലിനൊക്കെ ഹഖീഖിയായ വിശ്വാസമുണ്ട് എന്ന് മൗലവി പറഞ്ഞിട്ടുണ്ട്. അതാണ് നുണ. മനസ്സിലായില്ലേ? എന്നിട്ട് പറയുന്നത് അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ആ അംഗീകാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അബൂജഹലിൻ്റെ വിശ്വാസം. അത്ര മാത്രമേ സമസ്തക്കാരായ നിങ്ങൾക്കും അള്ളാഹുവെക്കുറിച്ച് വിശ്വാസമുള്ളൂ. നിങ്ങളും അള്ളാഹുവെ അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവാണ് എല്ലാം ചെയ്തു തരുന്നത്. ഔലിയാക്കളോട് പറഞ്ഞാൽ ഔലിയാക്കൾ അത് ശഫാഅത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ അരികിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ നേടിത്തരും എന്ന വിശ്വാസത്തിൽ ഔലിയാക്കളെ സഹായിക്കണേ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ആ നിലപാടുണ്ടല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കലാണ്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം ശരിയല്ല. അതായത് ഹഖീഖിയായ ഈമാനല്ല അബൂജഹലിന് എന്നതുപോലെ ഹഖീഖിയായ വിശ്വാസമല്ല സമസ്തക്കാരനും എന്നാണ് ഞങ്ങളിവിടെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു ഉണ്ടില്ല വിശ്വാസമുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമല്ല, അംഗീകരിച്ചിട്ടേ ഉള്ളൂ. ആ വൈരുദ്ധ്യം വെറുതെ ഒരേ വാചകത്തിലെ ഒരേ വോയിസിലെ വൈരുദ്ധ്യം നിങ്ങളൊന്ന് കേൾക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്? ഈ അവസ്ഥകൾക്കൊക്കെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അവർ ഇന്നഹുല്ലാ, നിശ്ചയം അല്ലാഹ് എന്നവർ പറയും. ഈ പറയും എന്നതിന് മൗലവി അവർ വിശ്വസിക്കും എന്നർത്ഥം വെച്ചു. തെറ്റാണത്. വിശ്വസിക്കുമെന്നല്ല, അവർ പറച്ചില് മാത്രമേ ഉള്ളൂ. പറയുമെന്നുള്ളതിന് ഞാൻ വിശ്വസിക്കുന്ന അർത്ഥം വെച്ചല്ല, പറയുന്നതന്നെ അർത്ഥം വെച്ചിട്ടുള്ളൂ. പക്ഷെ അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അത് ഞാൻ വീണ്ടും തെളിയിക്കും. തെളിഞ്ഞിട്ടുണ്ട്, ഇനി വീണ്ടും തെളിയിക്കും. ഏതായാലും മുസ്ലിയാർ ബാക്കി പറയുന്നത് കേൾക്ക്. എന്നിട്ട് ഇമാം റാസി പറയുകയാണ്, അവര് ഇങ്ങനെ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് ആ മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയാമെന്നും അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നതിന് ഈ വാക്ക് തെളിവാണ്. ഇതിനെ മൗലവി നേരെ തിരിച്ച് അർത്ഥം പറഞ്ഞു. അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നതിന് തെളിവാണ്. അങ്ങനെയല്ല മൗലവി, അങ്ങനെയാണ് മുസ്ലിയാരെ. അത് അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിരുന്നു എന്ന് ഇമാം റാസി പറഞ്ഞ് ഞാൻ തൊട്ട് തുടരണേ നീ വായിച്ച് കേൾപ്പിച്ചരാം. നേരത്തെ വായിച്ചങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ വായിച്ച് കേൾപ്പിച്ചരാം. ബാക്കി കൂടി കേൾക്ക്.
അള്ളാഹുവിനെ അവർക്ക് അറിയാം എന്നതിനും അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. എന്താ മുസ്ലിയാരെ അംഗീകരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ? ആ അംഗീകാരം തന്നെയാണ് വിശ്വാസം. പക്ഷേ ആ വിശ്വാസം കൊണ്ട് യഥാർത്ഥ വിശ്വാസമാവുകയില്ല. അത് അംഗീകരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട പ്രാർത്ഥന അത് ഔലിയാക്കൾക്ക് കൊടുക്കുന്നു, അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വിശ്വാസം പിഴച്ചുപോയി, ശിർക്ക് കലർന്നു വന്നു. അതുകൊണ്ടാവമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അവരിൽ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. സമസ്തക്കാരും അങ്ങനെ തന്നെയാണ്. ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ സമസ്തക്കാരിലെ ഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. മുസ്ലിയാർ പറയുന്നത് കേൾക്കുക. അംഗീകരിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് എന്നാണ് ഇമാം റാസി പറഞ്ഞത്. പിന്നീട് ഇമാം റാസി പറയുന്നുണ്ട്, മാത്രവുമല്ല അവരുടെ വിഗ്രഹങ്ങൾ ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യുകയുമില്ല എന്നും അവർക്കറിയാമായിരുന്നു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കണ്ടോ, മുസ്ലിം സമ്മതിക്കണം കേട്ടോ. വിഗ്രഹങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പൊ അവർക്കത് അറിയാമെന്നല്ലേ മുസ്ലിം അതിൻ്റെ അർത്ഥം? എന്നിട്ടും അവർ വിഗ്രഹങ്ങളെ വിളിച്ചെന്താ? ആ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നവർക്ക് അള്ളാഹു അവരുടെ ശഫാഴത്ത് കേട്ട് ചെയ്തു കൊടുക്കും. അതാണ്. അല്ലാതെ വിഗ്രഹങ്ങൾക്ക് അറിയപ്പെടോ. മുസ്ലിയാർ തന്നെ നാവുകൊണ്ട് സമ്മതിക്കുകയാണ് റാസി എഴുതിയത്. ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമായിരുന്നില്ല എന്നവർക്കറിയാമായിരുന്നു. അറിയാലോ. ആ അറിവ് തന്നെയാണ് മുസ്ലിയാർ അവരുടെ വിശ്വാസം. ആ അറിവ് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. നിങ്ങൾക്ക് ഞാൻ ഉദ്ധരണികൾ വായിച്ചത് കൊണ്ട് ആ ഉദ്ധരണികൾ നിങ്ങൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ നാവിലൂടെ സത്യം പറയാം. പക്ഷെ നിങ്ങൾ എന്താ വായിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുസ്ലിയാർ തുടരുന്നു. ഇതിനെയും മൗലവി അർത്ഥം പറഞ്ഞത് എങ്ങനെയാണ്? ഉപകാരവും ഉപദ്രവവും ചെയ്യുകയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയാണ് ആ ഉദ്ധരണി ഉള്ളത്. ഈ വിഗ്രഹങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല എന്നും അവർക്ക് അറിയാമായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അവർക്ക് ഇതൊക്കെ അറിയാം, അള്ളാഹുവാണെന്ന് അവർ അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ടും അവരെന്ത് ചെയ്യില്ല? അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ വിഗ്രഹങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും സ്വയം ചെയ്യാൻ കഴിവുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത്, അഫലാ തത്തഖൂൻ, നിങ്ങൾ കേട്ടോ. മുസ്ലിയാർ പറയാണെന്ത്? അവർക്ക് അറിയാം. 1. 2 അവർ പറയും. 3 അവർ അംഗീകരിച്ചു. ഈ 3 കാര്യങ്ങളുണ്ട്. പിന്നെ എന്തില്ല? വിശ്വാസമില്ല. വിശ്വസിച്ചിരുന്നു എന്നല്ല റാസി പറഞ്ഞത്, മനസ്സിലായില്ല? അള്ളാഹുവും പറഞ്ഞ അങ്ങനെയല്ല, മുഫസ്സിറുകളും പറഞ്ഞ അങ്ങനെയല്ല എന്നാ. അപ്പോൾ വിശ്വസിച്ചു എന്നുള്ളതിന് ഏത് പദമാണ് മുസ്ലിയാരെ ഉപയോഗിക്കേണ്ടത്? ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. യഅ്തഖിദൂന എന്നല്ലേ പറയേണ്ടത്, വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന് അല്ലേ? ഞാൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് വേങ്ങരയിൽ വെച്ചൊരിക്കൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്. അയാൾ പറയാണ്, മക്കാ മുശ്രിക്കുകൾ തൊള്ള കൊണ്ട് പറഞ്ഞിരുന്നു, യുഖിറൂന അവർ സമ്മതിച്ചിരുന്നു, യഅ്തരിഫൂന അവർ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ ഉള്ളൂ, അല്ലാതെ യഅ്തഖിദൂന എന്ന് എവിടെയില്ല. മനസ്സിലായില്ലേ? ആ വേദികൾ ചെന്ന് നമ്മുടെ സലഫി പണ്ഡിതന്മാർ ചെന്നിട്ട് ദശക്കണക്കിന് ഉദ്ധരണികൾ, 100 കണക്കിന് ഉദ്ധരണികളാണ് വിശ്വസിച്ചിരുന്നു എന്ന് തന്നെ ഇതേ ആയത്തുകൾ പറഞ്ഞുകൊണ്ട് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് അവർ അംഗീകരിച്ച ഈ കാര്യങ്ങളൊക്കെ അള്ളാഹുവെ സംബന്ധിച്ച അവരുടെ വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസം എന്തുകൊണ്ട് പൂർണ്ണമല്ല എന്നും കൂടി പറയും. അതേ കാരണം കൊണ്ടാണ് സമസ്തക്കാരുടെ വിശ്വാസവും പൂർണ്ണമല്ലാത്തത്. മുസ്ലിയാർക്ക് ഇതാ കാണാത്തതുകൊണ്ട് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വിശ്വസിച്ചിരുന്നു, യഅ്തഖിദൂന എന്ന വാക്ക് മുസ്ലിയാരെ യുഖിറൂന എന്നല്ല, യഅ്തരിഫൂന എന്നല്ല, യഖൂലൂന എന്നല്ല, ലയഖൂലുന്ന എന്നല്ല. അതിൻ്റെ ഒക്കെ അർത്ഥം അത് അവരുടെ വിശ്വാസം തന്നെയാണ് എന്നുകൂടി റാസി പറഞ്ഞിട്ടുണ്ട്. എന്തേ നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കാത്തത്? ആ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഒറ്റ ഇരിപ്പിലിതാ ഒരു 200 ഉദ്ധരണികളെങ്കിലും ഇപ്പൊ ഇവിടെ ഇരുന്ന ഇരിപ്പിൽ എനിക്ക് വായിക്കാൻ കഴിയും. ഏതാനും ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാറതാ. മുസ്ലിയാർ പറയുന്നത് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല എന്ന്. ഒരു മുഫസ്സിർ കേട്ടോളൂ മുസ്ലിയാർ പറയുന്നത്. ആ ഒരു അള്ളാഹ് എന്ന് പറയുമെന്ന് കേട്ടപ്പോഴേക്ക് അവർ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞ് മക്കാ മുശ്രിക്കുകളെ വെള്ളപൂശാൻ നടക്കുന്നത്. എന്നാൽ മുഫസ്സിറുകൾ ആരും അങ്ങനെ പറഞ്ഞിട്ടേ കേട്ടോ. മുഫസ്സിറുകൾ ആരും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നമ്മൾ മക്കാ മുശ്രിക്കുകളെ വെള്ളപൂശാൻ നടക്കാം. മൂപ്പര പണി നേരം വെളുക്കുന്ന മുതൽ വൈകുന്നേരം വരെ അബൂജഹലിനെ വെള്ളപൂശൽ. ആ വിശ്വാസം ശിർക്കൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങളെ വിശ്വാസവും ശിർക്കില്ല എന്ന് പഠിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നാ പിടിച്ചോ മുസ്ലിയാരെ. 1, വലം യകൂനു യഅ്തഖിദൂന ഫിൽ അസ്നാമി അന്നഹാ മുശാരികത്തുൻ ലില്ലാഹി ഫീ ഖൽഖിൽ ആലം. ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിന് പങ്കുള്ളവരാണ് എന്ന് തങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. കണ്ടോ, സൃഷ്ടാവ് അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്നവരാണെന്ന് വിശ്വാസമല്ല, പിന്നെ എങ്ങനെ സ്വയം കഴിവുണ്ടെങ്കിൽ സൃഷ്ടിക്കേണ്ട മുസ്ലിയാരെ. അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹ് കൊടുത്താലേ ഉള്ളൂ. അതല്ലാതെ അവർ വിശ്വസിച്ചിട്ടില്ല. യഅ്തഖിദൂന എന്ന മുസ്ലിയാരെ പഠിച്ചോ. ബൽ മറിച്ച്
കാനഹാലുഹും മുശ്രിക്കുകളുടെ സ്ഥിതി എന്തെന്നാൽ അതായിരുന്നു ഫീഹ ആ വിഷയത്തിൽ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ കഹാലി അംസാലിഹിം മിൻ മുശ്രിക്കിൽ ഉമം ഈ ലോകത്തുള്ള എല്ലാ സമുദായങ്ങളുടെയും മുശ്രിക്കുകൾ എന്താണോ വിശ്വസിച്ചത് ആ വിശ്വാസം തന്നെയാണ് മിനൽ ഹിന്ദി വ തുർക്കി വൽ ബർബരി വ ഗൈരിഹിം ഇന്ത്യയിലെ മുശ്രിക്കുകൾ, തുർക്കിയിലെ മുശ്രിക്കുകൾ, ബർബറികളായ മുശ്രിക്കുകൾ, അതല്ലാത്ത മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചതുപോലെ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിച്ചത്. കേട്ടോ എന്താ വിശ്വാസം? താറത്തൻ ഒരു വേള യഅ്തഖിദൂന മുസ്ലിയാരെ പഠിച്ചോ, യഅ്തഖിദൂന മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിക്കുന്നു അന്നഹാദിഹി തമാസീലു ഖൗമിൻ സ്വാലിഹീന. കണ്ടോ, ഇത് എന്താണ്? സജ്ജനങ്ങളായ ജനങ്ങളുടെ പ്രതിമകളാണ്. നിങ്ങൾ ജാറങ്ങളാണ്, ഇവർക്ക് പ്രതിമകളാണ്, അത്ര വ്യത്യാസമുള്ളൂ. ഇത് സ്വാലിഹികളായ ജനങ്ങളുടെ അഥവാ പുണ്യവാന്മാരുടെ പ്രതിമകളാണ്. എങ്ങനെയുള്ള പുണ്യവാന്മാർ? മിനൽ അംബിയാഇ വസ്വാലിഹീന അംബിയാക്കളും സ്വാലിഹികളുമായിട്ടുള്ള പുണ്യപുരുഷന്മാരുടെ പ്രതിമകളാണിത്. കണ്ടോ മുസ്ലിയാരെ, കേവലം വിഗ്രഹങ്ങളെ, കല്ലുകളെ അല്ല ആരാധിച്ചത്, നേരെ മറിച്ച് അമ്പിയാക്കളെയും ഔലിയാക്കളെയുമാണ് അവർ വിളിച്ചു തേടിയത്. ഇത് ഇമാം റാസി റഹിമഹുല്ലാഹ് പറയാൻ ഇത് ശറഹുൽ അഖീദത്ത് ത്വഹാവിയിൽ ഇബ്നു അബിൽ ഇസ് പറയാണ് വയത്തഖിദൂനഹും ശുഫാ. എന്നിട്ട് ഈ അംബിയായിനെയും സ്വാലിഹികളെയും മക്കയിലെ മുശ്രിക്കുകൾ ശുപാർശകരായി സ്വീകരിച്ചു പോകുന്നു. ഇന്ത്യയിലെയും തുർക്കിയിലെയും അതേപോലെ തന്നെ ബർബറികളായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള മറ്റു മുശ്രിക്കുകൾ സ്വീകരിച്ചു പോകുന്നത് പോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകളും ഈ അമ്പിയാക്കളും സ്വാലിഹികളും അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യും എന്നുള്ള നിലക്ക്, അല്ലാതെ സ്വയം സൃഷ്ടിക്കുന്നവരാണെന്നുള്ള നിലക്കല്ല, സ്വയം കഴിവുള്ളവരാണെന്നുള്ള നിലക്കല്ല. ഇത് അവരുടെ വിശ്വാസമാണ്. വയതവസ്സലൂന ബിഹിം ഇലല്ലാഹ് അംബിയ ഔലിയാക്കൾ മുഖേന അവർ അള്ളാഹുവിലേക്ക് തവസ്സുലാക്കുന്നു. ആ നിലക്കാണ് അവർ അംബിയാക്കളെയും ഔലിയായിനെയും ദുആ ചെയ്തത്. വഹാദാ കാന അസ്ലു ഷിർക്കിൽ അറബി. ഇതാണ് അറബികളിലെ ഷിർക്കിന്റെ ആധാരമെന്ന് ശറഹുൽ അഖീദത്തു ത്വഹാവിയയിൽ ഇബ്നു അബിൽ ഇസ് കൊടുത്തത്. ഇനി ഇമാം റാസി കൊടുത്തത് തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, ഇമാം ഖുർത്തുബിയെ ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. അവിടെയൊക്കെ ഈ ഇഅ്തിഖാദ് തന്നെ, വിശ്വാസം തന്നെ മുസ്ലിയാർ പറഞ്ഞ പോലെ വെറും ഒരു പറച്ചിലല്ല, കുടുങ്ങിയ കള്ളിക്ക് പറയുന്നതല്ല, നേരെ മറിച്ച് അവരുടെ വിശ്വാസം തന്നെ അതാണ് എന്ന് പറയുന്നതിന് ധാരാളം ഉദ്ധരണികൾ മുസ്ലിയാർ പല വോയിസുകളുടെ നിഷേധിച്ചു. ഇമാം റാസി റഹിമഹുല്ലാഹ് പറയുന്ന കേൾക്കും. അമ്മ യംലിക്കു സമവൽ അബ്സാർ, ആരാണ് കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തിയത്? അതായത് മൻ ജഅലഹുമാ, അത് രണ്ടിനെയും ഉണ്ടാക്കിയത്, വഖലഖഹുമാ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അത് സൃഷ്ടിച്ചു തന്നതാരാ? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, നിർജീവ വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവന്നവൻ ആരാ? അതായത് അൻ നബാത്ത മിനൽ അർലി, ജീവനില്ലാത്ത ഭൂമിയിൽ നിന്ന് ജീവനുള്ള ചെടികളെ കൊണ്ടുവന്നതാരാ? വൽ ഇൻസാന മിനൻ നുത്ഫത്തി, ജീവനില്ലാത്ത ബീജത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യനെ പുറത്തു കൊണ്ടുവന്നതാരാ? വസ്സുംബുലത്ത മിനൽ ഹബ്ബത്തി, ധാന്യത്തിൽ നിന്ന് കതിരുകളെ പുറത്തു കൊണ്ടുവന്നവൻ ആരാ? വത്വൈറ മിനൽ ബൈലത്തി, ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള കിളിയെ പുറത്തു കൊണ്ടുവന്നവൻ ആരാ? വൽ മുഅ്മിന മിനൽ കാഫിരി, കാഫിറുകളായ ആളുകളുടെ മക്കളായിട്ട് മുഅ്മിനുകളെ പുറത്തു കൊണ്ടുവന്നവൻ ആരാ? വമൻ യുദബ്ബിറുൽ അംറ, അധികാരങ്ങൾ സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ ആരാ? യുഖദ്ദിറുഹു വ യഖ്ദീഹി, എല്ലാം കണക്കാക്കുകയും എല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നവൻ ആരാ എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹു എന്ന്. മുസ്ലിയാർ ഞാൻ മോള് കൊടുത്തിട്ടുണ്ട്, ഇമാം റാസിയുടെ തഫ്സീറാ കൊടുത്ത്. അപ്പൊ അള്ളാഹു ആണെന്നാണ് അള്ളാഹ് പറയുന്നതാണ് മുസ്ലിയാർ, അല്ല കേട്ടോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് കേട്ടോ മുസ്ലിയാരെ, പഠിച്ചോ. ലി അന്നഹും കാനൂ യഅ്തഖിദൂന, കാരണം അവർ വിശ്വസിച്ചിരുന്നു. കാനൂ യഅ്തഖിദൂന, മുസ്ലിയാർ പറഞ്ഞത് വിശ്വാസം എന്ന് മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു, മൗലവി ദുർവ്യാഖ്യാനിച്ചു എന്നല്ലേ മുസ്ലിയാരെ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇമാം റാസിയും ദുർവ്യാഖ്യാനിച്ചു എന്ന് പറ. അപ്പൊ ശ്രോതാക്കൾ മനസ്സിലാക്കും വിഷയങ്ങൾ. ലിഅന്നഹും കാനൂ യഅ്തഖിദൂന, തീർച്ചയായും അവർ വിശ്വസിച്ചിരുന്നു, അന്നൽ ഖാലിഖ ഹുവല്ലാഹ്, തീർച്ചയായും സ്രഷ്ടാവ് അല്ലാഹു മാത്രമാണ്. കണ്ടോ, സൃഷ്ടിക്കുന്നവനല്ല. അപ്പൊ അള്ളാഹിനോട് പറയും അള്ളാഹ് സൃഷ്ടിക്കും, അല്ലാതെ സ്വയം സൃഷ്ടിക്കുമെന്നല്ല മുസ്ലിയാരെ. അതായത് അല്ലെങ്കിൽ ഫസയഖൂലൂന ഹുവല്ലാഹ്, അല്ലാഹു ആണ് അത് എന്നവർ പറയും. ഇൻ ഫക്കറു വ അൻസഫു, അവർ ചിന്തിക്കുകയോ നീതി പാലിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഫഖുൽ, അപ്പോൾ നബിയെ ചോദിക്കണം. മുസ്ലിയാർ പറഞ്ഞ പോലെ തന്നെ എന്ത് ലഹും, അവരോട്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, അഫലാ തത്തഖൂൻ, നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? മുസ്ലിയാർ വായിച്ച തഫ്സീർ പൂർണ്ണമായിട്ട് ഞാൻ വായിക്കാൻ. അഫലാ തഖാഫൂന ഇഖാബഹു, എന്തുകൊണ്ട് റബ്ബിന്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുന്നില്ല? വനിഖ്മതഹു ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരുന്ന അവന്റെ ശിക്ഷകളെ നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നില്ല? ഖുർത്തുബി, ഇത് ഖുർത്തുബിയാണ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചത്. ഇനി ഇതന്നെ റാസിയും പറയുന്നത് കേൾക്കാം. റാസി പറയാണ് വറാബിയുഹ, നാലാമതായിട്ട് നേരത്തെ സൂറത്ത് യൂനുസിലെ 18-ാമത്തെ തഫ്സീറിൽ അദ്ദേഹം പറയാണ് അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീർ, അവരിലെ ഒരു മഹാനായ മനുഷ്യൻ മരണപ്പെട്ടാൽ യഅ്തഖിദൂന ഫിഹി, മുസ്ലിയാരെ വർത്താനല്ല വിശ്വാസാണ്,
യഅ്തഖിദൂന ഫീഹി, നേരത്തെ ഖുർത്തുബിയെ ഞാൻ കേൾപ്പിച്ചു, അതിനു മുമ്പ് ഇബ്നു അബിൽ ഇസ്നെ കേൾപ്പിച്ചു, ഇപ്പൊ ഞാൻ റാസിയെ കേൾപ്പിക്കുന്നു. യഅ്തഖിദൂന ഫീഹി, ആ പിന്നെ മഹാന്റെ കാര്യത്തിൽ, തങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ മഹാന്റെ കാര്യത്തിൽ അവർ വിശ്വസിക്കും. അന്നഹു മുജാബുദ്ദഅവ, അദ്ദേഹമാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ. വമഖ്ബൂലു ശഫാഅത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവൻ. കണ്ടോ, അത്ര അള്ളാന്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് ആ ശഫാഅത്ത് സ്വീകരിച്ച് ഉത്തരം നൽകുമെന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടുള്ളൂ മുസ്ലിയാരെ. അതവരുടെ വിശ്വാസമാണ്. യഅ്തഖിദൂന എന്നാ പറഞ്ഞത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇത്തഖദൂ സനമൻ അലാ സൂറത്തിഹി, അയാളുടെ രൂപത്തിൽ, ആ മഹാന്റെ രൂപത്തിൽ അവർ വിഗ്രഹം ഉണ്ടാക്കി. നിങ്ങൾ എന്ത് ചെയ്തു? ജാറുണ്ടാക്കി. ജാറത്തിൽ ഇപ്പൊ വിഗ്രഹം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയല്ലോ പലരും. നിങ്ങളും തുടങ്ങും. ഞങ്ങളിവിടെ സലഫികൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ സാധിക്കാത്തത്. യഅ്ബുദൂനഹു അല, എന്നിട്ട് അവർ അതിനോട് ദുആ ചെയ്യും, അല്ലെങ്കിൽ അതിന് ഇബാദത്തിന് ഇനങ്ങൾ കൊടുക്കും, നേർച്ച കൊടുക്കും, തവക്കുൽ കൊടുക്കും, സുജൂദ് കൊടുക്കും. ഇതൊക്കെ നിങ്ങൾ ജാറങ്ങളിൽ കൊടുക്കുന്നുണ്ട്. എന്താ വിശ്വാസം? അലഅ്തിഖാദി അന്ന ദാലിക്കൽ ഇൻസാന, അവരുടെ വിശ്വാസം അനുസരിച്ച് ആ മനുഷ്യൻ യകൂനു ഷഫീഅൻ ലഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർക്ക് വേണ്ടി റബ്ബിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസം. അതല്ലേ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവരെന്ന് ഇബ്ലീസിന്റെ വഹി അബ്ദുൽ ഖാദർ ജിലാനിയിലേക്ക് ചേർത്ത് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അല്ലേ? ഇത് മുശ്രിക്കിന്റെ വിശ്വാസം. യഅ്തഖിദുൻ, അവരുടെ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അലാമ അഖ്ബറു അല്ലാഹു തആല അൻഹും ബിഹാദിഹിൽ മഖാലത്തി ഫീ ഖൗലിഹി ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ ഇവർ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നുള്ള ഈ ഖൗലിനെ കുറിച്ച് അല്ലാഹു നമുക്ക് ഏറ്റവും കൃത്യമായി അറിയിച്ചു തരുന്ന ഒരു വിവരം ഇതാണ്. ഇത് ഇമാം റാസി റഹ്മത്തുള്ളാഹി സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തഫ്സീർ ഖുർത്തുബിയിൽ ഞാൻ കേൾപ്പിക്കാം. അന്നൽ കുഫാറ, തീർച്ചയായും കാഫിറുകൾ, ഇന്നമാ യഅ്തഖിദൂന ഫീ അസ്നാമിഹിം അന്നഹാ ഷാഫിയ, വിഗ്രഹങ്ങളെ കുറിച്ച് ഇവർ ശുപാർശകരാണ് എന്നാണ് വിശ്വസിച്ചത്. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹികൾ, നേരത്തെ ഞാൻ പറഞ്ഞ അമ്പിയ എന്നാണ് അവർ വിശ്വസിച്ചത്. വ അന്ന ലഹാ ഫളലൻ, അവർക്ക് ഫളലുണ്ട്. അതന്നെയല്ലേ സമസ്തക്കാരെ നിങ്ങളെയും വിശ്വാസം. അവർക്ക് ഫളലില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ല. ഫളലുണ്ട് എന്ന് കരുതി റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. ആ ഹഖീഖിയായ ഈമാൻ മക്കയിലെ മുശ്രിക്കിനുമില്ല, സമസ്തക്കാരനുമില്ല. ഇനി കേട്ടോ, വകുല്ലു വാഹിദിൻ മിൻഹും ബിൽ ഫിത്ര, ഫിത്രത്തിൽ തന്നെ അവരിൽ എല്ലാവരും എന്താണ്? യഅലമു, അവർക്കറിയാം, ഇൽമൻ, ഒരറിവ് എന്ന് പറഞ്ഞാൽ പ്രകൃതത്തിൽ തന്നെ നൈസർഗികമായി തന്നെ അവർക്കറിയാം. ലാ യഖ്ദിറു അലാ മുദാഫഅതിഹി, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, തങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുകയില്ല. അന്നൽ അസ്നാമ ലാ ഫിഅല ലഹാ, മുസ്ലിം പഠിച്ചോ, ഈ വിഗ്രഹങ്ങൾ അത് പ്രവർത്തിക്കുന്നില്ല. ഫി ശദാഇദിൽ ഇളാം, വലിയ ദുരിതഘട്ടങ്ങളിൽ. ഫ വഖഫഹുമുല്ലാഹു മിൻ ദാലിക്, അവിടെയാണ് അല്ലാഹു സ്റ്റോപ്പ് ചെയ്തത്. അല ഹാലത്തിൽ ബഹരി, എന്ത്? കടലിന്റെ അവസ്ഥയിൽ. ഹൈസു തൻഖതിഉൽ ഹിയൽ, എല്ലാ തന്ത്രങ്ങളും മുറിഞ്ഞു പോകുന്ന ആ സമയത്ത് അവർ അള്ളാഹുവിൽ മാത്രം സ്റ്റോപ്പ് ചെയ്തു. എന്നാൽ അവരുടെ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം കൊടുത്തു, വേറെ ആർക്കും കൊടുത്തില്ല. ഫലമ്മാ നജ്ജാക്കും മിനൽ ബർരി അഅറൽതും, നിങ്ങളെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ തിരിഞ്ഞു കളയും, നിങ്ങൾ വീണ്ടും ഔലിയാക്കന്മാരിലേക്ക് പോകും. അയ്യാനിൽ ഇഖ്ലാസ്, നിങ്ങൾ തൗഹീദിൽ നിന്ന് വിട്ടുപോകും. വക്കാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ നന്ദി കെട്ടവനാണ്, സമസ്തക്കാർ നന്ദി കെട്ടവരാണ് ഈ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുക നിമിത്തം. ഈ ജാഹിലിയത്തിലെ മുശ്രിക്കുകളെ പോലെ തന്നെ. അൽ ഇൻസാനു ഹുനൽ കാഫിർ, ഇവിടെയാണ് ഒരു മനുഷ്യൻ കാഫറായി തീരുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ഇത് തഫ്സീർ ഖുർത്തുബി രേഖപ്പെടുത്തിയാണ്. ഇനി റാസിയിൽ നിന്ന് ഞാൻ വീണ്ടും കേൾപ്പിക്കാം. വാഴലം മനസ്സിലാക്കിക്കോ. അന്നൽ കുഫാറ ഔറദു അലാ ഹാദൽ കലാമി സുആലൻ, കാഫിറുകൾ ഈ ഒരു വാക്യത്തിന് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫഖാലു, അവർ പറഞ്ഞു, നഹ്നു ലാ നഅ്ബുദു ഹാദിഹിൽ അസ്നാമ, ഈ വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. കേട്ടോ മുസ്ലിയാരെ, ലിഇഅ്തിഖാദി അന്നഹാ ആലിഹത്തുൻ, ഇവരാണ് യഥാർത്ഥ ഇലാഹുകൾ എന്ന വിശ്വാസത്തിലല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. തദുറു വ തൻഫഉ, ഉപകാരം ചെയ്യാൻ കഴിയുന്ന, ഉപദ്രവം ചെയ്യാൻ കഴിയുന്ന ഇലാഹുകളാണ് എന്ന വിശ്വാസത്തിലല്ല, ഇഅ്തിഖാദിലല്ല. ഇതൊരു പറച്ചിലല്ല മുസ്ലിയാരെ. വ ഇന്നമാ നഅ്ബുദുഹാ, ഞങ്ങൾ ഇവരോട് ദുആ ചെയ്യുന്നത്, ഇവർക്ക് ഇബാദത്തിന്റെ ഇനങ്ങൾ കൊടുക്കുന്നത് ലി അജ്ലി അൻ യസീറ, ആയിത്തീരുമെന്ന കാരണത്താലാണ്. ഉലൈകൽ അകാബിറു, ഈ ആ മഹാന്മാർ, അകാബിർ, ആ മഹാന്മാർ, ശുഫാഅ ലനാ ഇൻദല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് ശുപാർശകരാണ്. ഫഅജാബല്ലാഹു തആല, അപ്പോൾ ആ ശുപാർശ കേട്ട് അല്ലാഹു ഉത്തരം ചെയ്യും. ഇങ്ങനെ മരണപ്പെട്ടതിന് ശേഷവും വിളിച്ചു കഴിഞ്ഞാൽ അവരെ വിഗ്രഹം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി, ജാറുണ്ടാക്കിയിട്ടാണെങ്കിലും ശരി, അവർ പിന്നെ ശഫാഅത്ത് ചെയ്ത് ഉത്തരം വാങ്ങിച്ചു തരും എന്ന വിശ്വാസമാണെങ്കിൽ അത് തന്നെയാണ് മക്കാ മുശ്രിക്കിന്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ എന്ന നിലക്കാണ് നിങ്ങൾ മൊയ്തീൻ ശേഖനെ വിളിക്കുന്നെങ്കിലും, ബദരീങ്ങളെ വിളിക്കുന്നെങ്കിലും, മുഹമ്മദ് നബിയെ വിളിക്കുന്നതെങ്കിലും അത് തനിച്ച ശിർക്കാണ്, കടുത്ത ശിർക്കാണ്, പൂർണ്ണമായ ശിർക്കാണ്. അതാണ് ഇവിടെ കൃത്യമായി ഇമാം റാസി റഹ്മത്തുള്ളാഹിയും പറയുന്നത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഇദാ സഅലഹും അൻ മുദബ്ബിരി ഹാദിഹിൽ അഹ്വാൽ, ഈ അവസ്ഥകളെ നിയന്ത്രിക്കുന്നവനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ ഫസയഖൂൽ, അവർ പറയും, എല്ലാം നിയന്ത്രിക്കുന്നവൻ ഇന്നഹുല്ലാ, തീർച്ചയായും അല്ലാഹു ആണ്.
വഹാദ യദുല്ലു, ഈ ഒരു സംസാരം തെളിയിക്കുന്നുണ്ട്, അല അന്നൽ മുഹാത്തബീന ബിഹാദൽ കലാം, ഈ ഒരു വാക്യം കൊണ്ട് അഭിസംബോധിതരായിട്ടുള്ളവർ കാനു യഅരിഫൂന അല്ലാഹ, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിരുന്നു, വയുഖിറൂന ബിഹി, അവർ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. മുസ്ലിയാർ പറയുന്ന പോലെ കളവായിട്ട് സമ്മതിച്ചിരുന്നു എന്നുള്ള അർത്ഥമല്ല. വയുഖിറൂന ബി, അവർ ഉറപ്പിച്ച വിശ്വാസമാണ് അത്. വഹുമുല്ലദീന ഖാലു ഫി ഇബാദത്തിഹിം ലിൽ അസ്നാം, വിഗ്രഹങ്ങൾക്കുള്ള ആരാധനയെക്കുറിച്ച് അവർ പറഞ്ഞത് ഇന്നഹാ തുഖർരിബുന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അവർ അടുപ്പിക്കും. സമസ്തക്കാരനും അതന്നെ പറയുന്നത്. അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുമ്പം അള്ളാഹുലേക്ക് അടുപ്പിക്കും, മുനമ്പത്തടിഞ്ഞ് ബീവിയെ വിളിക്കുമ്പം ആ ബീവിയെ അള്ളാഹുലേക്ക് അടുത്തോല്ലേ നമുക്കറിയില്ല, ഒരു പേരും അറിയാത്ത ആളാണ്. എന്നിട്ട് ഇവർ പറയാണ് ആ ബീവി ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കും. വഇന്നഹും ശുഫാഉനാ ഇൻദല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ അരികിൽ ശഫാഅത്തുകാരാണ്. അപ്പോൾ മുസ്ലിയാരുടെ ഉടായ്പ വരും. അവർ അനുമതി ഇല്ലാത്ത ശഫാഅത്തിൽ വിശ്വസിച്ചു, ഞങ്ങൾ അനുമതിയുള്ള ശഫാഅത്തിൽ വിശ്വസിച്ചു. ഇല്ല മുസ്ലിയാരെ, നിങ്ങളുടെ രണ്ടു കൂട്ടരുടെ ശഫാഅത്തിനും അനുമതി ഇല്ല എന്ന് അവിടെ പഠിപ്പിക്കുന്നു. അനുമതി ഉണ്ടെങ്കിൽ രേഖ ഹാജരാക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ കൊണ്ടുവന്നോ? ഇല്ലല്ലോ. ഫഇൻദ ദാലിക ഖാലിൽ റസൂലിഹി, അതുകൊണ്ടാണ് ആ നേരത്തെ റസൂലിനോട് അല്ലാഹ് പറയുന്നത് ഖുൽ അഫലാ തത്തഖൂൻ, എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാത്തത് എന്ന്. അപ്പോൾ അവർ കൃത്യമായിട്ടും ഈ വിഗ്രഹങ്ങൾ ഉപകാരമോ ഉപദ്രവമോ ഒരിക്കലും ചെയ്യില്ല. വഅ്തിറാഫിക്കും ബി അന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തളുറുൽ ബത്ത, അപ്പോൾ സ്വയം കഴിവില്ല, അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് അള്ളാഹു അതിൻ്റെ അരികിൽ ശഫാഅത്ത് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരും എന്ന വിശ്വാസം മാത്രമേ അവർക്കുള്ളൂ. മുസ്ലിയാരെ, നിങ്ങൾക്ക് ഉഡായിപ്പുകൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സമയം ദീർഘിച്ചു പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ വായിക്കുന്നത് ഇഷ്ടം പോലെ നോക്കൂ. അന്നഹു മതാ മാത മിൻഹും റജുലുൻ കബീർ, മഹാനായ ഒരു മനുഷ്യൻ അവരിൽ മരണപ്പെട്ടു പോയാൽ യഅ്തഖിദൂന ഫിഹി, മുശ്രിക്കിനെ പറ്റിയാണ് മുസ്ലിയാരെ പറയുന്നത്, സമസ്തക്കാരെ പറ്റി തന്നെയാണെന്ന് തോന്നും. മനസ്സിലായില്ലേ? ഇവിടുത്തെ സഖാഫിമാരും ഫൈലിമാരും ബാക്കവിമാരും ഒക്കെ ഈ വിശ്വാസമുള്ളവരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ നിലക്കാണ് റാസി അവതരിപ്പിക്കുന്നത്. എന്ത്? അന്നഹു മുജാബു ദഅവതി വ മഖ്ബൂലു ഷഫാ, ഇവർ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നവരാണ്, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവരാണ് ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അരികിൽ. എന്നിട്ട് ഇത്തഖദു സനമൻ അലാ സൂറത്തി, അവരുടെ രൂപത്തിൽ ഒരു സനം അവരുണ്ടാക്കി വെച്ചു. നിങ്ങൾ ജാറുണ്ടാക്കി വെച്ചു. യഅ്ബുദൂനഹു, എന്നിട്ട് ഇബാദത്ത് കൊടുക്കും. നിങ്ങൾ ഇബാദത്ത് കൊടുക്കും, സുജൂദ് കൊടുക്കുന്നുണ്ട്, ഇസ്തിഗാസ കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. അല ഇത്തിഖാദി അന്ന ദാലിക്കൽ ഇൻസാൻ, എന്താ വിശ്വാസം? ആ മനുഷ്യൻ യകൂനു ഷഫീഅൻ ലഹും യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അരികിൽ ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ. ഇതാണ് നേരത്തെ ഞാൻ കേൾപ്പിച്ചാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹിയുടെ വാക്യമാണ് ഇത് എന്നുകൂടി ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് മുസ്ലിയാർ പറയാണ് ഇത് ഹഖീഖിയായ ഈമാനല്ല, മക്കാ മുശ്രിക്കിൻ്റെത് ഹഖീഖിയായ ഈമാനല്ല. പറഞ്ഞത് കേട്ടാൽ തോന്നും മക്കാ മുശ്രിക്കിൻ്റെത് ഹഖീഖിയായ ഈമാനാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. മക്കാ മുശ്രിക്കിൻ്റെ ഈമാൻ എന്തുകൊണ്ട് ഹഖീഖിയായ ഈമാൻ അല്ലയോ, അതേ കാരണം കൊണ്ട് സമസ്തക്കാരൻ്റെ ഈമാനും ഹഖീഖിയായ ഈമാനല്ല. ഷിയാക്കളുടെ ഈമാനും ബറേൽവികളുടെ ഈമാനും ഹഖീഖിയായ ഈമാനല്ല. മുസ്ലിയാർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഉടായ്പ കാണിക്കും. നോക്കൂ, അവരുടെ ഹൃദയം കൊണ്ട് ശിർക്ക് ചെയ്തവരായിട്ടല്ലാതെ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല എന്നല്ല. അപ്പൊ ഈമാനിന്റെ അവിടുത്തെ അർത്ഥം എന്താണ്? ഇഖ്റാർ, അംഗീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്നാ നേരത്തെ പറഞ്ഞു. ഇത് അംഗീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അംഗീകരിക്കൽ വിശ്വസിക്കുമ്പോഴല്ലേ മുസ്ലിയാരെ? പറഞ്ഞതുപോലെ തന്നെ അംഗീകാരം എന്നത് ഈമാനല്ല. അതാണ് ഇമാം റാസി ഇവിടെ പറഞ്ഞത്. അത് ശരിയാണ്. റബ്ബാണെന്ന് അംഗീകരിച്ചോണ്ടോ സ്വയം അള്ളാഹ് കൊടുത്ത കഴിവുള്ളൂ അംഗീകരിച്ചോണ്ടോ അതൊന്നും ശരിയായ വിശ്വാസമാവില്ല. ഇബാദത്ത് അള്ളാഹ് മാത്രം കൊടുക്കൂടി വേണം. എന്നിട്ട് അടുത്ത പാരഗ്രാഫിന്റെ അവസാനത്തില് ഇമാം സമആനി തന്നെ പറയുന്നുണ്ട്, ഫൽ ഖൗലുൽ അവ്വലു ഹുവൽ ഈമാനു വലൈസൽ മുറാദു മിനൽ ഈമാനി, ഇവിടെയുള്ള ഈമാൻ കൊണ്ട് ഉദ്ദേശമല്ല ഹുവ ഹഖീഖത്തുൽ ഈമാനി, അത് ഹഖീഖത്തുൽ ഈമാനല്ല, യഥാർത്ഥ വിശ്വാസമല്ല അവിടുത്തെ ഉദ്ദേശ്യം. എങ്ങനത്തെ ഹഖീഖത്തുൽ ഈമാൻ? അല്ലദീ യസീറു ബിഹിൽ ഇൻസാനു മുഅ്മിനൻ, ഹഖീഖത്തുൽ ഈമാൻ കൊണ്ടാണ് ഒരാള് മുഅ്മിനായി മാറുന്നത്. അങ്ങനത്തെ ഈമാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വഇന്നമൽ മുറാദു മാ ബയ്യന, നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എന്താ വിശദീകരിച്ചത്? യുഖിറു, അംഗീകരിക്കും എന്നാണ്. അത് അള്ളാഹുവിനെ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നാണ്, അല്ലാതെ വിശ്വസിച്ചു എന്നല്ല. അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അത് യഥാർത്ഥ വിശ്വാസമല്ല. അതിനല്ലേ ഞങ്ങളും പറയുന്നത്. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തുകൊണ്ട് യഥാർത്ഥ വിശ്വാസമല്ല നിങ്ങൾ പഠിക്കണം. ഈ ഷഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് ആ അമ്പിയാക്കളെ ഔലിയാക്കളെ തന്നെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ഇബാദത്ത് എന്ന് പറഞ്ഞു. നിങ്ങളത് ഇബാദത്താണ് സമ്മതിക്കാൻ തയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇബാദത്ത് കൊടുത്തിട്ട് ഇബാദത്തല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾ പച്ചവെള്ളമാണെന്ന് വിചാരിച്ച് വിഷം കുടിച്ചാൽ, അല്ലെങ്കിൽ പാലാണെന്ന് കരുതി വിഷം കുടിച്ചാൽ, നിങ്ങളെ വിശ്വാസം പാലാണ് എന്നുള്ളത് കൊണ്ട് വിഷം പാലാവില്ലല്ലോ മുസ്ലിയാരെ. നിങ്ങൾ ശിർക്ക് ചെയ്തിട്ട് തൗഹീദാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. മുസ്ലിയാരിനോട് പറഞ്ഞത് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ സ്വയം കഴിവ് ഇല്ല, അള്ളാഹ് കൊടുത്ത കഴിവിലെ വിശ്വസിച്ചിട്ടുള്ളൂ എന്നുള്ളതിന് ഞാനൊരു തെളിവും കൊടുത്തിട്ടില്ല. ഒരുപാട് തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ
അതായത് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനും സക്കാത്ത് കൊടുത്തിരുന്നു, ഔലിയാക്കൾക്കും സക്കാത്ത് കൊടുത്തിരുന്നു. ഔലിയാക്കളെ സക്കാത്തിൽ ഒരു വീഴ്ചയും അവർ വരുത്തൂല. അള്ളാഹിൻ്റെ സക്കാത്തിൽ നിന്ന് അവരെന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കും, അതവർ പൂർത്തീകരിക്കൂല. കാരണം അതിന് അവർ ന്യായം പറഞ്ഞെന്താ, അള്ള ധന്യനാണ്, അതേപോലെ തന്നെ തങ്ങളുടെ ദൈവങ്ങൾ ഫുഖറ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ശരിയായ മായന എന്താ? തങ്ങളുടെ ദൈവങ്ങൾക്ക് സ്വയം കഴിവില്ല, അള്ളാഹുവിന് അതുണ്ട്. മുസ്ലിയാർ തൊള്ള കൊണ്ട് ഒരു തഫ്സീറും ഉദ്ധരിക്കാൻ കഴിയാതെ തൊള്ള കൊണ്ട് പറഞ്ഞു ഉടായിപ്പം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ സക്കാത്തിൻ്റെ ഓഹരി അടിച്ചു മാറ്റാൻ വേണ്ടിയാണെന്ന്. മുസ്ലിയാരെ, ഇവർ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിന് സക്കാത്ത് കൊടുക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പും അള്ളാഹുവിന് വേണ്ടി സക്കാത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നിങ്ങളെ സ്വന്തം നാവുകൊണ്ട് പറയുന്നത്. എന്നിട്ട് പറയാം ആ സക്കാത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി അവർ പറഞ്ഞൊരു ന്യായം മാത്രമാണ് അത്. മൂപ്പര് അബൂജഹലിൻ്റെ വല്ല പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് അവരുടെ ന്യായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അവരുടെ ന്യായങ്ങൾ അറിയണമെങ്കിൽ ഖുർആനിലേക്ക് വരണം, അള്ളാഹു പറഞ്ഞ കലാമ് നോക്കണം, തഫ്സീറുകൾ വായിക്കണം. അതൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മൂപ്പരെ സ്വന്തം അടുത്തുനിന്ന് കേട്ടിട്ട് മനസ്സിലാക്കിയ പോലെ വർത്താനം പറഞ്ഞതൊള്ള കേട്ടോ മുസ്ലിയാർ പറയുന്നത്. പിന്നെ മൗലവി പറയുന്നത് മക്കാ മുശ്രിക്കുകള് അവരുടെ വിഗ്രഹങ്ങൾക്ക് സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നതിന് തെളിവായിട്ട് അദ്ദേഹം ചില തെളിവുകൾ പറയുന്നുണ്ട്. എന്താണെന്ന് കേൾക്കണ്ടേ? ഒന്ന് അദ്ദേഹം പറയുകയാണ്, മുശ്രിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് വനിയു എന്നും ധന്യൻ എന്നും അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ച് ഫുഖറാ എന്നുമാണ് പറഞ്ഞിരുന്നത്, വിശ്വസിച്ചിരുന്നത് എന്നാണ്. എന്നിട്ട് ആ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യണം. എന്താ ദുർവ്യാഖ്യാനം? ഫുഖറാ ആവുമ്പോ അവർക്കെല്ലാം മറ്റുള്ളവർ കൊടുക്കണ്ടേ, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നാണ് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. ഇത് മനസ്സിലായില്ലേ? ഇതല്ലേ മൗലവി തനി യുക്തിവാദം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടന്നത്? അള്ളാഹുവിന്റെ ഓഹരി അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചതിന് പിന്നെയും അവരെന്ത് ചെയ്യും? അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവരെടുക്കും. അപ്പൊ അവരോട് ചോദിക്കും, അള്ളാഹുവിന്റെ ഓഹരി എന്തിനാ നിങ്ങൾ എടുക്കുന്നത് ചോദിക്കുമ്പോ അവർ പറയുന്ന ഒരു ന്യായമാണ് എന്ത്? അള്ളാഹ്ക്ക് ഇപ്പൊ ഇതൊന്നും കിട്ടിയിട്ട് വേണ്ടല്ലോ, അള്ളാഹ് വനിയല്ലേ, ഞങ്ങളുടെ വിഗ്രഹങ്ങൾ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഓഹരിയും അടിച്ചു മാറ്റാൻ വേണ്ടി അവർ പറയുന്ന ഒരു ന്യായത്തെ മൗലവി ഇങ്ങനെ അതപ്പതിക്കരുത് മുസ്ലിയാരെ, ഇങ്ങനെ അതപ്പതിക്കരുത്. താനിച്ച യുക്തിവാദം നിങ്ങളല്ലേ പറയുന്നത്, എന്നിട്ട് എൻ്റെ പേരിൽ യുക്തിവാദം ആരോപിക്കാം. മുസ്ലിയാരെ, നിങ്ങൾ ഈ പറഞ്ഞത് യുക്തിവാദമാണ്, നിങ്ങളുടെ യുക്തി കൊണ്ടാണ് നിങ്ങൾ സംസാരിച്ചത്. നിങ്ങൾ ഈ പറഞ്ഞതിന് നിങ്ങൾ എന്ത് രേഖ അവിടെ ഹാജരാക്കിയത്? ഞാൻ പറഞ്ഞ രേഖയാണ് കൊണ്ടുവന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഹഖീഖിയായ ഈമാൻ അല്ലെന്നും അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ പറഞ്ഞ വർത്തമാനമാണ് എന്നും ഒക്കെ നിങ്ങൾ ഉഡായിപ്പ് കാണിക്കുമ്പം ഹഖീഖിയായ ഈമാൻ ആണ് അവർക്കുള്ളത് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് കബളിപ്പിക്കലയിലുണ്ട്. അത് വേണ്ട. ഹഖീഖിയായ ഈമാൻ അല്ല അവരുടേത്, നിങ്ങളുടേതും ഹഖീഖിയായ ഈമാൻ അല്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ഖനിയാണ് എന്ന് അവർ പറഞ്ഞത് അവരുടെ ഹഖീഖിയായ ഈമാൻ, ആ വിഷയത്തിലെ ഈമാനാണ്. അതുകൊണ്ട് മാത്രം ഒരു ഈമാൻ ഹഖീഖിയത്താവില്ല, പൂർണ്ണമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയിപ്പം ഇവിടെ മുഴുസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതും കൂടി കേൾപ്പിച്ച് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. ഞാനിവിടെ ഉന്നയിച്ച വാദം മുസ്ലിയാർക്ക് തൊടാൻ പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി അവസാന ഭാഗത്ത് ഞാൻ പറയാണ്. അതായത് മുഴുജിസത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടതിന് ശേഷം അമ്പിയ ഔലിയാക്കൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ഔലിയാക്കളെ രക്ഷിക്കണേ, അമ്പിയാക്കളെ സഹായിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂല, ഇസ്തിഗാസ ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മുസ്ലിയാർ പറയാം മുഴുസത്തില്ല എന്നുള്ള ഞാൻ തെളിയിച്ചു കൊടുത്തപ്പം മുഴുസത്ത് ഇല്ലെങ്കിലും എന്താണ് മുഴുസത്ത് കറാമത്തിൻ്റെ കഴിവ് കൊണ്ടോ മറ്റോ സഹായിക്കുക എന്നുകൂടി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിയാർ. ആദ്യം മുഴുസത്ത് കറാമത്തില്ല നിങ്ങൾ സമ്മതിക്കുക, അപ്പം മറ്റോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ വിഷയം നമുക്ക് അടുത്ത ചർച്ചയ്ക്ക് എടുക്കാം. മുഴുസത്ത് കറാമത്തല്ലാത്ത ഏതെങ്കിലും വിഷയം കൊണ്ട് അമ്പിയ ഔലിയാക്കൾ സഹായിക്കുമോ? ആ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും പ്രാർത്ഥനകളും ഈ അമ്പിയ ഔലിയാക്കളോടും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? നമുക്ക് അടുത്ത വാദം കൊണ്ടുവരാം. മൂപ്പര് മറ്റോ എന്നല്ല, മുഴുസത്തും കറാമത്തും ഇപ്പം ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച മുസ്ലിയാരുടെ വോയിസിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന വോയിസിൽ അതുണ്ട്. മുസ്ലിയാർ ഇപ്പം മുഴുസത്ത് കറാമത്തൊക്കെ വിട്ടിട്ട് മറ്റോയിൽ പിടിച്ചിരിക്കുകയാണ്. ഇനി മറ്റോയുമായി നിങ്ങൾക്ക് നടക്കേണ്ടി വരും. കേട്ടോളൂ, മുസ്ലിയാരുടെ ഒരു പതനം, ഒരു സംവാദത്തിൽ സ്വാഭാവികമായും മുസ്ലിയാക്കന്മാരെ കാത്തിരിക്കുന്ന പതനമാണ്. അദ്ദേഹത്തിൻ്റെ ദയനീയമായ സ്വരം നിങ്ങളൊന്ന് കേൾക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞു മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ എന്നാണ് നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എഴുതിയത്. മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറ്റോ എന്നൊരു വാക്കില്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ എന്നാണ് നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എഴുതിയത്. മുഴുസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറ്റോ എന്നൊരു വാക്കില്ലേ, അതുകൊണ്ട് തന്നെ മുഴുസത്ത് കറാമത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി സഹായിക്കും എന്ന വിശ്വാസത്തെയാണല്ലോ. എന്ത് മുഴുസത്തും കറാമത്തും ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഉണ്ടോ അല്ലേന്ന് പറ. മുഴുസത്തും കറാമത്തും ഉണ്ടോ അല്ലേന്ന് പറ. മുഴുസത്ത് കറാമത്തിൻ്റെ സഹായം ഇല്ലാന്ന് ഞാൻ തെളിയിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ മറ്റോയിൽ പിടിക്കേണ്ടി വന്നത്.
നിങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് മൗലവി നിങ്ങൾ പറഞ്ഞ വാദത്തെ മുഴുവനും ഞാൻ ഗണ്ണിച്ചിട്ടുണ്ട്. ബുസ്താനുൽ ആരിഫീൻ പറഞ്ഞതിനെ ഞാൻ ഗണ്ണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ല. ആഹാ, ബുസ്താൻ ആരിഫിനെ പറ്റി പറഞ്ഞതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞാനത് അത്ര ക്ലിയറായി. ബുസ്താൻ ആരിഫിൽ ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത് നിങ്ങൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് തന്നെ ശറഹ് മുസ്ലിമും കേൾപ്പിച്ചത്. മനസ്സിലായില്ലേ? ദാറു തക്ലീഫിൽ മാത്രമായിരിക്കണം എന്നത് അനിവാര്യമാണ്. ഒരു മുഴുസത്ത് ദാറു തക്ലീഫിൽ അഥവാ ഭൗതിക ലോകത്ത് ആണ് ഒരു മുഴുസത്ത് സംഭവിക്കേണ്ടത് എന്ന കാര്യം അനിവാര്യമാണ് എന്നാ മുസ്താൻ ആരിഫിനുള്ളത്. എന്താ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത്? നിങ്ങൾക്കല്ലേ ഒന്നും പറയാനില്ലാത്തത്? അത് ഞാൻ കൃത്യമായിട്ട് കേൾപ്പിച്ചു. ഞാൻ ബഗ്ദാദിയെ ഉദ്ധരിച്ചു, എവിടെയായിരുന്നു നിങ്ങൾ? മഖ്രീസിയെ ഉദ്ധരിച്ചു, എവിടെയായിരുന്നു നിങ്ങൾ? അതേപോലെ തന്നെ ഇമാം നവവിയുടെ തന്നെ ശറഹ് മുസ്ലിം വായിച്ചു, എവിടെയായിരുന്നു നിങ്ങൾ? വളരെ ക്ലിയറായി ഞാൻ ദാറു തക്ലീഫിൽ മാത്രമാണ് മുഴുസത്തും കറാമത്തും സംഭവിക്കുക എന്നെല്ലാം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം നിങ്ങൾ മറ്റോമ കൂടിയിരിക്കുകയാണ്. അപ്പം മുസ്ലിയാരുടെ പൂർണ്ണമായ പതനമാണ് കാണുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, മുസ്ലിയാർ പല തവണ എന്നെക്കുറിച്ച് ആരോപിച്ചതാണ് മൗലവി ഷഫാഴത്ത് നിഷേധിച്ചു. നഊദുബില്ല, എൻ്റെ സംസാരത്തിൻ്റെ ആമുഖത്തിൽ തന്നെ 9 തരം ഷഫാഴത്തുകൾ പരലോകത്തുണ്ട്. പക്ഷേ അത് അമ്പിയാക്കൾക്കോ ഒരുപാട് ഷഫാഴത്തുണ്ട്. മാതാപിതാക്കളുടെ ഷഫാഴത്തുണ്ട്, മലക്കുകളുടെ ഷഫാഴത്തുണ്ട്, അമലുകളുടെ ഷഫാഴത്തുണ്ട്. എന്ത് അസ്സൗമു വൽ ഖുർആൻ യശ്ഫഅനിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നോമ്പും ഖുർആനും അടിമകൾക്ക് വേണ്ടി ഷഫാഴത്ത് ചെയ്യും. പക്ഷേ തൗഹീദ് വേണം. അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചാൽ നോമ്പിൻ്റെ ഷഫാഴത്ത് കിട്ടൂല. ഈ റമദാൻ മാസത്തിൽ, ഈ റമദാനിലെ നോമ്പിൻ്റെയും രാത്രിയിലെ ഖിയാമിൻ്റെയും ഷഫാഴത്ത് ലഭിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഷഫാഴത്തുകളൊക്കെ അള്ളാഹു നിശ്ചയിക്കും പ്രകാരമാണ്. ആർക്കു വേണ്ടി ഷഫാഴത്ത് എന്നുള്ളത് തീരുമാനിക്കും. അല്ലാതെ മുഹമ്മദ് നബി എനിക്ക് ഷഫാഴത്ത് തരണേ എന്ന് പറയുന്നവർക്ക് യഥേഷ്ടം ഷഫാഴത്ത് ചെയ്ത് കൊടുക്കാൻ മുഹമ്മദ് നബിക്ക് പെർമിഷൻ ഇല്ല. ഞാൻ എത്ര തവണ ബുഖാരിൽ ഹദീസ് വായിച്ചു, പല ഗ്രന്ഥങ്ങളിൽ തുർമുദിൽ ഹദീസ് വായിച്ചു. യഹൂദുലി ഹദ്ദ, എനിക്കൊരു പരിധി വെച്ച് ഇന്ന ആളുകൾക്ക് വേണ്ടി ഷഫാഴത്ത് ചെയ്തോളൂ എന്ന് അള്ളാഹു പറയുമ്പോൾ അവർക്ക് വേണ്ടിയാണ് മുഹമ്മദ് നബി ഷഫാഴത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഷഫായത്ത് കിട്ടാൻ റബ്ബിനോടാണ് ചോദിക്കേണ്ടത് എന്ന് ഞാൻ കൃത്യമായി പഠിപ്പിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന ഉത്തുബി കഥയിലും മുസ്തഷ്ഫി അംബിക ഇലാ റബ്ബി, താങ്കൾ മുഖേനയുള്ള ഷഫായത്തിനെ റബ്ബിനോട് തേടിക്കൊണ്ടുവന്ന നിങ്ങൾ ഖലീലിയുടെ വാചകത്തെ ദുർവ്യാഖ്യാനിച്ചതുപോലെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഉത്തുബിയുടെ പേരിൽ കള്ളുകുടിയനായ മുസ്തഖ്തിറം ബിശറാബ്, മുഴുകുടിയനാണ് എന്ന് ഇബ്നു ഖല്ലിക്കാനെ പോലുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഉത്തുബിയുടെ കഥയിൽ പോലും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന എന്താ? മുസ്തഷ്ഫി അംബിക. മനസ്സിലായില്ലേ? അത് ചില ആളുകൾ മുസ്തസിനെ നന്നായി കാണുന്നു, ചില ആളുകൾ അത് നന്നായി കണ്ടിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പം അതൊരു സുന്നത്താണ് എന്ന് ഇമാം നവവി പറഞ്ഞു എന്ന് നവവിയുടെ പേരിൽ നിങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റ് സന്ദർഭങ്ങളിൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. ഏതായിരുന്നാലും ഞാൻ ഷഫാഴത്ത് നിഷേധിച്ചു എന്നുള്ളത് പച്ച നുണയാണ്. അത് പിൻവലിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും നിങ്ങൾ അത് ചെയ്തണം. ഇത് റമദാൻ മാസമാണ്, കളവ് പറയരുത്. ഒന്നും പറയുന്നില്ലേ? റസൂലുള്ളാഹിന്റെ ഷഫാഅത്തിന് വരെ നിങ്ങൾ ഇതിനു വേണ്ടി നിഷേധിച്ചില്ലേ മൗലവി നിങ്ങൾ? പിന്നെ ഒന്നുകൂടെ പറയട്ടെ, വഫാത്തിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും ഒക്കെ ഭൂമിയിലുള്ള മുഅ്മിനീങ്ങളെ സഹായിച്ചതിന്റെ ധാരാളം തെളിവുകളുണ്ട്. മുത്തനബിയുടെ സഹായം കിട്ടിയതിന് വ്യക്തമായ സ്വഹീഹായ ഹദീസിലൂടെ തന്നെ തെളിവുകളുണ്ട്. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? വഫാത്തിന് ശേഷവും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ മുഅ്മിനീങ്ങളെ സഹായിക്കും. അത് മുഅ്ജിസത്ത് കറാമത്തിന്റെ പേര് പറഞ്ഞാലും ശരിയില്ലെങ്കിലും ശരി, ഇതിനെയൊന്നും നിഷേധിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ഒരു മുഅ്ജിസത്ത് കറാമത്ത് മൂപ്പരെ തൊണ്ടയിലാണ് മുഅ്ജിസത്ത് കറാമത്ത് കുടുങ്ങി കിടക്കാണ്. പിന്നെ തൽബിയത്ത് അവരെ വിശ്വാസമല്ല കണ്ടോ. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസത്തിന് തെളിവായിട്ട് തൽബിയത്തും ഞാൻ കൊടുത്തു മുസ്ലിമിനെ സമ്മതിക്കുന്ന കേട്ടോ. എന്നിട്ട് പറയാം ഞാൻ ഒരു തെളിവും കൊടുത്തില്ലാന്ന് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ അവരുടെ തൽബിയത്തിൽ വൈരുദ്ധ്യമാണ് ഉണ്ടായിരുന്നത്. അത് വിശ്വാസമാണ് എന്നാണ് നമ്മുടെ മൗലവി പറയുന്നത്. ഇതിലും വലിയ വിഡ്ഢിത്തം വേറെ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇമാം റാസി പറഞ്ഞത് വിഡ്ഢിത്തമാണ്, ഇമാം ഖുർത്തുബി പറഞ്ഞത് വിഡ്ഢിത്തമാണ്, ഇമാം ഇബ്നു ജരീർ അത്തബരി പറഞ്ഞത് വിഡ്ഢിത്തമാണ്, ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ ഹദീസിൽ വന്നത് വിഡ്ഢിത്തമാണ് എന്നിങ്ങനെ മുസ്ലിയാർ പറഞ്ഞു. മൗലവിൻ്റെ പേരിട്ടിട്ട് കാര്യമില്ല, ഞാൻ അവരെ ഉദ്ധരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് മൗലവി അവരുടെ തൽബിയത്തിൽ അവർ പറഞ്ഞു എന്നും അവരുടെ വിശ്വാസമല്ല, അത് ഭൂലോക വിഡ്ഢിത്തമാണ്, വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് അതിനൊന്നും ഗണ്ണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇനി വരേണ്ടതില്ല. അല്ലാഹു വരും, തീർച്ചയായിട്ടും നിങ്ങൾ ഗണ്ണിച്ചിട്ടില്ല. അതവരെ വിശ്വാസം കൂടിയാണ്, ഒരു സംശയമില്ല. ആ വിശ്വാസം വൈരുദ്ധ്യം തന്നെ. സംശയം എന്താ? എല്ലാ കഴിവുള്ളത് അള്ളാഹുവിനാണെങ്കിൽ പിന്നെ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാമെന്ന വിശ്വാസം അത് വൈരുദ്ധ്യം തന്നെയാണ്. നിങ്ങൾക്ക് സമസ്തക്കാരുടെ അതേ വൈരുദ്ധ്യം തന്നെയാണ്. മനസ്സിലായില്ലേ? ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുണ പറഞ്ഞ് അമലുകളെ പ്രേരിപ്പിച്ചു എന്ന് മുസ്ലിയാർ, മുഹമ്മദ് നബിയുടെ പേരിൽ മുസ്ലിയാർ നുണ പറയുന്നതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. എന്താണ് മുഹമ്മദ് നബിയുടെ പേരിൽ മുസ്ലിയാർ പറഞ്ഞ നുണ? കേട്ടോളൂ. എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് ഇങ്ങനെ പറഞ്ഞത്?
ഒരു കാരണം അള്ളാഹുവിന്റെ ജാനിബിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അള്ളാഹു താല മുത്തനബിക്ക് അങ്ങനെ ഒരു അധികാരം നൽകിയാത്തത് കൊണ്ടല്ല. ഒരു മറുപടി. രണ്ടാമത്തത്, മാത്രവുമല്ല സ്വാലിഹായ അമലുകളുടെ മേൽ അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. കണ്ടോ? അപ്പം ലാ അംലിക്കു ലക്കി ലറം വലാനഫ, നിനക്ക് ഗുണമോ ദോഷമോ ഞാൻ ചെയ്യുകയില്ല, നരകത്തിൽ നിന്റെ നഫ്സിനെ നീ തന്നെ കാത്തോളണം. അത് അധികാരമില്ലാത്തോണ്ടല്ല. നബി പറയാൻ എനിക്ക് അധികാരമില്ല, മുസ്ലിയാർ പറയാം അധികാരമില്ലാത്തോണ്ടല്ല. നബി ഉദ്ദേശിക്കാത്ത അർത്ഥം നബിയുടെ പേര് പറയാം. രണ്ടാമത് കർമ്മങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി. കർമ്മങ്ങളെ പ്രേരിപ്പിക്കാൻ നബി നുണ പറയുന്ന മുസ്ലിയാർ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന് അധികാരമുണ്ട്, എന്നിട്ടും അധികാരമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരം ഉണ്ട് എന്ന് വിചാരിച്ചവരാരും അമല് ചെയ്യൂല, ഞാൻ മുഖേന രക്ഷപ്പെട്ടോളൂ എന്ന് വിചാരിക്കും. ആ വിചാരത്തിലാണ് നിങ്ങൾ ഈ കൗമിനെ ജാറം ചുറ്റിക്കുന്നത് മുസ്ലിയാരെ. നിങ്ങൾ ഈ ജാറങ്ങൾ മുഴുവൻ തെണ്ടി നിരങ്ങാൻ ഈ സമുദായത്തെ കൊണ്ടുപോയി അവരുടെ ഈമാൻ കൊള്ളയടിക്കുന്നത് ഈ ഒരു വിശ്വാസം അവർക്ക് കൊടുത്തോണ്ടാ. ഞങ്ങൾ അമലുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഔലിയാക്കളെ ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കോളും എന്ന പിഴച്ച വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ രക്ഷപ്പെടുത്താണ്ടാകും. മുസ്ലിയാർ പറയണ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്യും, പക്ഷെ അവർ അമല് ചെയ്യാതായി പോകും എന്ന് കരുതിയിട്ട് ഒരു നുണ പറഞ്ഞു. നൗദുബില്ല, നബി നുണ പറഞ്ഞു എന്നാ മുസ്ലിയാർ പറയുന്നത്. കേട്ടില്ലേ? നിങ്ങളൊന്നൊരു കേൾക്കൂ ശരിക്കും പറയുന്നത്. എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയോട് ഇങ്ങനെ പറഞ്ഞത്? ഒരു കാരണം അള്ളാഹുവിന്റെ ജാനിബിനെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അള്ളാഹു താല മുത്തനബിക്ക് അങ്ങനെ ഒരു അധികാരം നൽകിയാത്തത് കൊണ്ടല്ല. ഒരു മറുപടി. രണ്ടാമത്തത്, മാത്രവുമല്ല സ്വാലിഹായ അമലുകളുടെ മേൽ അവരെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തതായി മറുപടി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ സ്ഥാനത്തിന്റെ മേലിൽ അവർ ഭരമേൽപ്പിക്കാതിരിക്കാൻ. ഉപ്പ ഉന്നതമായ സ്ഥാനമുള്ള ആളാണ്, അതുകൊണ്ട് ആ സ്ഥാനം കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടുമെന്ന് അതിന്റെ മേൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ. കണ്ടോ? അപ്പം ഉപ്പാന്റെ സ്ഥാനം കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ഭരമേൽപ്പിക്കാതിരിക്കാനും വേണ്ടി. എന്താ ഭരമേൽപ്പിച്ച എന്താ കുഴപ്പം? ഉപ്പ രക്ഷപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഭരമേൽപ്പിക്കുന്ന ഒരു കുറ്റാണോ മുസ്ലിയാരെ? അതായത് മുഹമ്മദ് നബി മുഖേന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രക്ഷപ്പെടുമെന്ന വിശ്വാസം ഫാത്തിമ റളിയല്ലാഹുവിനെ വെച്ച് പുലർത്തിയാൽ എന്താ കുഴപ്പം? ആ കുഴപ്പം എന്താന്ന് കൂടി നിങ്ങൾ പറയണ്ടേ? അപ്പം നിങ്ങളാണ് വൈരുദ്ധ്യത്തിൽ തലതല്ലുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇനി നിങ്ങൾ ഈ ഒരു വാക്ക് പറയരുത്. ഏത് വാക്ക്? മുസ്ലിയാർ ഉടനീളം ഈ സംഭവത്തിൽ പറഞ്ഞൊരു വാക്ക് കേട്ടോ. ആരാണ് എന്ന് ചോദിച്ചാൽ അവർ അള്ളാ എന്ന് പറയും എന്ന് പറഞ്ഞ് തഫ്സീർ റാസിയിൽ നിന്ന് വലിയൊരു ഉദ്ധരണി തന്നെ അദ്ദേഹം വായിച്ചു. യുഖിറൂന, എഴുത്തിറാഫ് എന്നീ പദങ്ങൾക്കൊക്കെ അദ്ദേഹം അർത്ഥം വെച്ചത് വിശ്വസിച്ചു എന്നായിരുന്നു. അല്ല, അതിന് വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് യുഖിറൂന യഅ്തരിഫൂന എന്ന് പറഞ്ഞത് എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും യഅ്തഖിദൂന എന്തേ മുസ്ലിയാർ കണ്ടില്ലേ? മുസ്ലിയാർ അത് കേട്ടില്ലേ? മൗലവിക്ക് നിഷേധിക്കാൻ കഴിയില്ല. അത് ഞാൻ പിടികൂടിയപ്പോൾ. എന്ത് പിടികൂടി? എവിടെ പിടികൂടി? ഇപ്പോൾ തഫ്സീർ റാസി അദ്ദേഹം കൊണ്ടുവരുന്നേയില്ല. ഞാനിപ്പോ എന്റെ സമാപനവും തഫ്സീർ റാസി തന്നെ കാര്യമായിട്ട് ഉദ്ധരിച്ചത്. കാരണം ഞാൻ ഇമാം റാസിയുടെ തഫ്സീറിൽ നിന്ന് തന്നെ, ഇമാം റാസിയുടെ ഉദ്ധരണി കൊണ്ട് തന്നെ അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. കാരണം അവർ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ട് അള്ളാ എന്ന് പറയും. അവർ വിശ്വസിക്കും എന്നല്ല, അവർ പറയും എന്നാണ് ഇമാം റാസി തന്നെ പറയുന്നുണ്ട്. നുണ പറയാനൊരു മടിയില്ലല്ലോ അവർക്ക്. ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് വിശ്വാസമില്ല, തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ആ വിഷയത്തിൽ നമുക്ക് വേറൊരു സംവാദം നടത്താം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ കൃത്യമായിട്ട് ഇവിടെ മുസ്ലിയാരുടെ സംവാദത്തിൻ്റെ ന്യൂനത, മുസ്ലിയാരുടെ പതനം എത്രത്തോളമാണ് എന്നുള്ളതും, ഖുൽ ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ, ഹക്ക് പുലർന്നു, ബാത്തിൽ പൊളിഞ്ഞു, തീർച്ചയായും ബാത്തിൽ പൊളിയുന്നത് തന്നെയാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചു. അപ്പോൾ മരണപ്പെട്ടവരോട് ഇസ്തിഗാസ നടത്താൻ നമ്മുടെ സഖാഫിക്ക് ഖുർആനിൽ നിന്നോ സ്വഹീഹായ ഹദീസിൽ നിന്നോ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂപ്പര് കൊണ്ടുവന്നത് ഒന്ന് ഇസ്തസ്കയാണ്. അത് ഹദീസേ അല്ല, അതൊരു കെട്ടുകഥയാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്. ഇനി കെട്ടുകഥയാവട്ടെ അല്ലാതിരിക്കട്ടെ, ഏതോ ഒരുത്തൻ, ഒരു അറാബി, ഒരു കാട്ടറബി ഖബറിന് മുന്നിൽ വന്നു, എന്നിട്ടോ നബിയോട് നബി എനിക്ക് മഴ തരണേന്ന് പറഞ്ഞു? ഇല്ല. അപ്പോൾ നേരിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ നബി അത് കേൾക്കുമായിരിക്കാം എന്നുള്ള അതാണല്ലോ ഖബറിൻ്റെ അടുത്തേക്ക് വന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എവിടുന്ന് വിളിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിൽ പ്രത്യക്ഷത്തിൽ തർക്കത്തിലുള്ള ഇസ്തിഗാസ ഹദീസിലില്ല. നബിയെ മഴ തരണേ എന്ന വാചകം എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു. അത് മുസ്ലിയാർ കാണിച്ചിട്ടില്ലല്ലോ. ഇല്ല. നബിയുടെ വഫാത്തിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു സ്വഹാബി നബിയുടെ ഖബറിൻ്റെ അരികിൽ ചെന്ന് ആവശ്യം തേടിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മൂപ്പര് തൊള്ളോണ്ട് ഇങ്ങനെ ബിലാൽ ബിൻ ഹാരിസുൽ മുസനി എന്ന് പറഞ്ഞു എന്നല്ലാതെ ബിലാൽ ബിൻ ഹാരിസുൽ മുസനി നബിയുടെ ഖബറിങ്കൽ വന്നു നബിയെ മഴ തരണേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് പോലും അദ്ദേഹം ഇവിടെ ഹാജരാക്കിയിട്ടില്ല.
തർക്ക വിഷയവുമായി ബന്ധമില്ലാത്ത ഏതോ ഒരു കഥ പല തഫ്സീർ കിതാബുകളിൽ സ്ഥാനം പിടിച്ചത് കൊണ്ടുവന്നിട്ട് വിശദീകരണമൊക്കെ മുസ്ലിയാരുടെ സ്വന്തം തൊള്ളയായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും, നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചു മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? പിന്നെ മുസ്ലിയാർ കൊണ്ടുവരാൻ ശ്രമിച്ച ചർച്ചക്കിടെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്ത്? ഊത്തുബി കഥയാണ്. ഊത്തുബി എന്ന് പറഞ്ഞാൽ തന്നെ മുഴുകുടിയനാണ്, മുസ്തഹത്തിറും ബി ഷറാബാണ്. അതുകൊണ്ട് കള്ളുടിയന്മാരുടെ റിപ്പോർട്ടും സന്തക്കത്ത് ആരോപിക്കപ്പെട്ട റിപ്പോർട്ടുമായിട്ട് ഇനി സന്തക്കത്ത് ആരോപിക്കപ്പെട്ടുള്ളൊരു ആരോപണം മാത്രമാണല്ലോ നോക്കുമ്പം ആ സൈഫിനെ കുറിച്ച് എന്തെല്ലാം ന്യൂനതകൾ ഇമാമിങ്ങൾ, മുഹദ്ദിസുകൾ, ജറഹ് തഅദീലിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ കൊടുത്തൊന്നും അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഈ സമസ്തക്കുള്ളത്. മനസ്സിലായില്ലേ? എന്നാൽ ജീലാനി രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്തെറിഞ്ഞ ബീവിയെ സഹായിക്കണേ, CMA രക്ഷിക്കണേ എന്നൊക്കെ ഇങ്ങനെ തേടുന്നത് കടുത്ത ശിർക്കും കുഫറുമാണ് എന്നുള്ളതിന് വിഷയാവതരണം മുതൽ സ്വഹീഹായ ഹദീസുകൾ തന്നെ, ധാരാളം ആയത്തുകൾ, അതിനുശേഷം സ്വഹീഹായ ഹദീസുകൾ, അതിനെ അവലംബമായിട്ടുള്ള തഫ്സീറുകളൊക്കെ ഞാനിവിടെ സമർപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചു. അതിന് നമുക്ക് കഴിഞ്ഞു, അൽഹംദുലില്ലാ. മുഴ്സത്ത് കറാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹായിക്കുമെന്ന വിശ്വാസം അത് അങ്ങനെ തന്നെ പറയേണ്ടതില്ല. കാരണം മരണപ്പെട്ടതിന് ശേഷം പിന്നെ അത് മുഴ്സത്തല്ല എന്ന് മുസ്ലിയാർ സമ്മതിച്ചതോടുകൂടി ആ വാദവും പൊളിഞ്ഞു എന്നുള്ളത്. പിന്നെ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം അത് ഞാൻ ഈ സമാപനത്തിൽ അല്പം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആളുകൾ വിഷയം ക്ലിയറായി പഠിക്കട്ടെ എന്നുള്ള നിലക്ക് മാത്രമാണ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട സംഭവങ്ങളാണ് മുസ്ലിയാർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇമാമുകളെ ധാരാളം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അവസാനവും ഞാൻ ചില ഉദ്ധരണികളുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇമാം അസ്ഫഹാനിയെ ഞാൻ ഉദ്ധരിച്ചു, ഇമാം നവവിയെ ഉദ്ധരിച്ചു, ഇമാം ഇബ്നു അസ്ഖലാൻ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചു. കടുത്ത സൂഫിയായ ഇമാം തൂഫിയ വരെ നേരിട്ടുള്ള ഇസ്തിഹാസ ഷിർക്കാണ് എന്നുള്ളത് ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവസാനം ഞാനിവിടെ ഇബ്നുൽ ജൗസിയെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്, മഖരീസിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അള്ളാഹു തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് അഖീദ, മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അഖീദ സ്വഹീഹാകണമെങ്കിൽ പിന്നെ ഹദീസ് എടുക്കുമ്പം അത് മുത്തവാത്തിറായ ഹദീസാണെന്നാണ്. ഇത് മുത്തവാത്തിർ പോട്ടെ, ആഹാദായ ഹദീസ് പോട്ടെ, പിന്നെ ഒരു ഹസനായ ഹദീസ് പോലും മുസ്ലിയാർക്ക് ആ വിഷയത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. കൊണ്ടുവന്നത് മൗലു ആയ റിപ്പോർട്ടുകളാണ്, അല്ലെങ്കിൽ കെട്ടുകഥകളാണ്, അല്ലെങ്കിൽ പിൽക്കാലത്ത് ഏതോ കാട്ടറബികൾ ചെയ്ത സംഭവങ്ങളാണ് ആ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. കള്ളൂടിയന്മാരുടെ റിപ്പോർട്ടും മതനിഷേധികളുടെ റിപ്പോർട്ടും ഹദീസ് നിവേദനത്തിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, ഒരു പൈസൻ്റെ വിലയില്ലാത്ത ആളുകളുടെ റിപ്പോർട്ടും കൊണ്ടുവന്ന് അത് മാത്രം കൊണ്ടുവന്ന് പിടിച്ചു നിൽക്കേണ്ട മുസ്ലിയാക്കന്മാരുടെ, സഖാഫിമാരുടെ ഗതികേട് നിങ്ങൾ തിരിച്ചറിയുക. ഇത് സത്യത്തിൻ്റെ വിജയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്കിൽ അടിയുറച്ച് ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വ അരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ സിയാമന വ ഖിയാമന വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.